അതിൽ നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. സോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, ഇൻ ഡീപ്പ് ആയിട്ടുള്ളതിൽ നിന്ന് വരാം. സോ ആ ഒരു രീതിയിലാണ് നമുക്ക് ക്ലാസ്സസ് പോവുക കേട്ടോ. അപ്പോൾ ബേസ് ക്ലാസ്സസ് ഉണ്ടാവും, പ്ലസ് അഡീഷണൽ ലൈവ് ക്ലാസ്സസ് അല്ലെങ്കിൽ മേ ബി റെക്കോർഡഡ് ക്ലാസ്സസ്, ഇൻ അഡീഷൻ റിവിഷൻ ക്ലാസ് ഉണ്ടാവും. സോ രണ്ടും നിങ്ങൾ നോക്കി പോവുക. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു പേനയും പേപ്പറും ബുക്കും വേണം കേട്ടോ. നിങ്ങൾ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യുന്നു, ഇൻ അഡീഷൻ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ് പോവുക കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഡ്രൈയിങ്ങിന്റെ ടോപ്പിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ഡ്രൈയിങ് എന്നുള്ളതിന്റെ ബേസിക് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലുള്ള സോൾവെന്റ് മോസ്റ്റ്ലി വാട്ടർ ആയിരിക്കും വരാം. സോ അതിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറയുന്നത്. പോയിന്റ് ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓർക്കാനുള്ളത് ഡ്രൈയിങ്ങിൽ എന്താണ് ഡ്രൈയിങ് ഇവാപറേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്നുള്ളത് ഓർക്കുക. എന്താണോ എന്നുള്ളത് അറിയാമല്ലോ. എന്തായിരിക്കും നമുക്ക് അതിലെ മോയ്സ്ചർ അഥവാ സോൾവെന്റ്, മോസ്റ്റ്ലി മോയ്സ്ചർ. സോ അതിന്റെ റിമൂവൽ എന്ന് പറയുന്നത് എന്താണ്, ഹൈ എമൗണ്ടിലാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഇവാപറേഷൻ. സോ അത് കഴിഞ്ഞിട്ട് ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ നമ്മൾ റിമൂവൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് ബേസിക് ഡിഫറൻസ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഡ്രൈയിങ്ങിൽ ഇവാപറേഷൻ നടക്കുന്നില്ലേ? ഉണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോയ്സ്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് ഇവാപറേഷൻ തന്നെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് ഡ്രൈയിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓർക്കാനുള്ള പോയിന്റ്. ഓക്കെ. പിന്നെ സെക്കൻഡ് ആയിട്ട് അതിന്റെ ഡിഫറൻസ് ആയിട്ട് ഓർക്കാനുള്ളത്, കാരണം നമുക്ക് വേണമെങ്കിൽ ഈ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാം കേട്ടോ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. പിന്നെ സെക്കൻഡ് വരുന്നത് എന്തായിരിക്കും, ഇവാപറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഒരുപാട് എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഉള്ള സമയത്താണ് നമുക്ക് ഇവാപറേഷന്റെ കേസ് വന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് സോൾവെന്റ് റിമൂവൽ എവിടെ വരുന്നില്ല, ഇവാപറേഷന്റെ കേസിൽ വരുന്നില്ല. സോ ദ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും നമുക്ക് ഇവാപറേഷനിൽ വരുമ്പോൾ ഒരു സ്ലറി നേച്ചർ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെ. സോ ഇറ്റ് ക്യാൻ ബി എയ്തർ എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഇതിലുള്ള സോൾവെന്റ് റിമൂവ് ആവുന്നുണ്ട് ബട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ആവുന്നതും ഇല്ല. ഓക്കെ. സോ ഇറ്റ് ക്യാൻ ബി എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആവാം, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ. അല്ലാതെ നമ്മുടെ ഒരു പക്ക സൊല്യൂഷൻ അല്ല, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. കാരണം സോൾവെന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ അതിൽ നിന്ന് ഒരുപാട് പോയിട്ടുണ്ട്, ബട്ട് എന്നാൽ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുമില്ല. ഓക്കെ. ആ ഒരു നേച്ചറിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഇവാപറേഷനിൽ കിട്ടുക. സെക്കൻഡ്ലി നമ്മുടെ അല്ലെങ്കിൽ അതൊരു സസ്പെൻഷൻ നേച്ചറിലുള്ളതാവാം, ഇല്ലെങ്കിൽ അതൊരു സ്ലറി വെറ്റ് സ്ലറി നേച്ചറിലുള്ളതായിരിക്കാം ഇവാപറേഷനിൽ കിട്ടുക. ബട്ട് ഡ്രൈയിങ് ആവുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് റിമൂവൽ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ പ്രൊഡക്റ്റ് വിൽ ബി എ ഡ്രൈ, കംപ്ലീറ്റ്ലി ഡ്രൈഡ് സോളിഡ് ആയിരിക്കും വരുന്നത്. സോ ഒരു സോളിഡ് പ്രോഡക്റ്റ് കിട്ടുവാണ് ഡ്രൈയിങ്ങിൽ എന്നുള്ളത് ഓർക്കുക. ബട്ട് ഇവാപറേഷനിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ. ഇത് നമുക്ക് വരുന്നത് രണ്ട് ടൈപ്പിൽ. നമ്മളിപ്പോൾ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, ഹീറ്റിന്റെ ആപ്ലിക്കേഷനിലാണ് ഡ്രൈയിങ് വരുന്നതെന്ന് പറയും അല്ലേ. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ഡ്രൈയിങ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് ഹീറ്റ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. കാരണം നമുക്ക് നോൺ തെർമൽ ആയിട്ട് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ഡ്രൈയിങ് പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണെന്നറിയാമോ, നമ്മൾ സിമ്പിൾ ആയിട്ട്, അതായത് വളരെ ഡ്രൈ എന്നുള്ള രീതിക്കല്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലേ ഫസ്റ്റ് വൺ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മൾ കോഗ്നോസിയിൽ എക്സ്പ്രഷൻ പറയുന്നില്ലേ, ജസ്റ്റ് സ്ക്വീസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നില്ലേ, അപ്പൊ അതും ഒരു ഡ്രൈയിങ് ടെക്നിക്കാണ്. ഓക്കെ. സോ എക്സ്പ്രഷൻ ഓഫ് എ സോളിഡ് ടു റിമൂവ് ലിക്വിഡ്, ദാറ്റ് ഇസ് സ്ക്വീസിങ് ഓഫ് നമ്മളൊരു വെറ്റ് സ്പോഞ്ച് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈയിങ്ങിലേക്ക് പോകുന്നുണ്ട് അല്ലെ. സോ ദാറ്റ് ഇസ് ഫൗണ്ട് ഓൾസോ ടു ബി എ ഡ്രൈയിങ് മെത്തേഡ്. ഓക്കെ. സോ എക്സ്പ്രഷൻ ഇസ് എ ഡ്രൈയിങ് മെത്തേഡ്, ഇറ്റ്സ് എ നോൺ തെർമൽ ഡ്രൈയിങ് മെത്തേഡ്. എക്സ്ട്രാക്ഷൻ ഇസ് എ നോൺ തെർമൽ ഡ്രൈയിങ് മെത്തേഡ്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ട് വിചാരിക്കാം. അപ്പൊ അതിൽ ഉള്ള ലിക്വിഡിനെ നമ്മളൊരു സോൾവെന്റ് യൂസ് ചെയ്ത്, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റിനെ മാറ്റിയെടുക്കില്ലേ. സോ ദാറ്റ് ഇസ് ഓൾസോ ഫൗണ്ട് ടു ബി എ ഡ്രൈയിങ് ടെക്നിക്. ഓക്കെ. ഇനി ഡെസിക്കൻസ് നമ്മൾ യൂസ് ചെയ്യില്ലേ, സിലിക്ക ജെല്ലൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, പ്രിസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് പ്രോഡക്ട്സ് ആയിരുന്നാലും ബാക്കിയുള്ളതിലേക്ക് ഡെസിക്കൻ്റ് ആയിട്ട് സിലിക്ക ജെല്ല് വരും. സോ ദാറ്റ് ഇസ് ഓൾസോ ഫൗണ്ട് ടു ബി എ ഡ്രൈയിങ് ടെക്നിക്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ടെക്നിക് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ഗ്യാസസ്. Okay, absorption of moisture from gases by passing through sulfuric acid column. Okay, so absorption of gases by passing through sulfuric acid column is also a technique of a drying. Okay, പിന്നെ ഡെസിക്കൻസ് യൂസ് ചെയ്യാം. ഡെസിക്കൻസിന് എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്യണേ. സിലിക്ക ജെല്ല് ഡെസിക്കൻ്റ് ആണ്. അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽസ്യം ക്ലോറൈഡും ഡെസിക്കൻ്റ് ആണ് കേട്ടോ. അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ. ഈ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ സാധാരണ നമ്മൾ സിലിക്കയൊക്കെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും,
നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള സാധനത്തിൽ നിന്ന് മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, ഒരു സോളിഡ് അല്ല, ഒരു സോൾവെന്റിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ നിന്നിട്ട് നമുക്ക് ഒരു വാട്ടറിന്റെ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡെസിക്കന്റ് ആണ് ഈ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ, സോ അഡ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് അവിടെ നടക്കുക. അഡ്സോർപ്ഷൻ ഓഫ് വാട്ടർ, അഡ്സോർപ്ഷൻ, ഡി ഫോർ ഡോഗ്, അഡ്സോർപ്ഷൻ പുറമേ ഉള്ളൂ, അകമേ ഇല്ല. ഓക്കെ, സോ അഡ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം എ സോൾവെന്റ് ബൈ ദ യൂസ് ഓഫ് ഡെസിക്കൻസ് ലൈക്ക് അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. അപ്പൊ അവിടെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാൽസ്യം അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് ഒന്ന് ചോദിക്കാം, ഒരു എക്സാമ്പിൾ ഫോർ എ ഡെസിക്കന്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം, സോൾവെന്റിൽ നിന്നിട്ട് വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് ചോദിക്കാം. സോ ദാറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ടു ബി അനക്സ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ തേർമൽ മെത്തേഡ്സും നോൺ തേർമൽ മെത്തേഡ്സിന്റെയും കേസിൽ നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഒന്ന് എക്സ്പ്രഷൻ, അതെന്താണ് നമ്മുടെ സ്ക്വീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ എ നോൺ തേർമൽ ടെക്നിക് ഓഫ് ഡ്രൈയിങ്. രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബൈ യൂസിങ് എ സോൾവെന്റ് വി ആർ എക്സ്ട്രാക്ടിങ് എ ലിക്വിഡ് ഫ്രം എ സോളിഡ്. ഓക്കെ, സോ അതാണ് എക്സ്ട്രാക്ഷൻ, എ ലിക്വിഡ് ഫ്രം എ സോളിഡ് ബൈ യൂസിങ് എ സോൾവെന്റ്. നെക്സ്റ്റ് വരുന്നത് ഡെസിക്കൻസ്. ഡെസിക്കൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ വരാം. എങ്ങനെ, ഒന്ന് സോളിഡിൽ നിന്നിട്ട് നമ്മൾ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനൊരു എക്സാമ്പിൾ സിലിക്ക ജെൽ. ഇനി സോൾവെന്റിൽ നിന്ന് മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ, നെക്സ്റ്റ് അനദർ വൺ തിങ് ഇസ് ഗ്യാസസിൽ നിന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് മാറ്റാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ കോളം. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി, ഒരുപാടൊന്നും എഴുതണ്ട, കാരണം നമുക്ക് അതിനുള്ള സമയം ഒന്നും ലാസ്റ്റ് കിട്ടത്തില്ല പഠിക്കാൻ. അപ്പോൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻസിന്റെ കേസ് വരുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മൂന്ന് രീതിക്ക് അങ്ങ് ആപ്ലിക്കേഷൻസ് ഓർത്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും, നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ പ്രിസർവേഷന് വേണ്ടിയിട്ടല്ലേ, മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിസർവേഷന് വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് വരുന്നത് സ്റ്റെറൈൽ പ്രോഡക്ട്സ്, പിന്നെ ഈ എഫോവസന്റ് ടാബ്ലറ്റ്സിന്റെ കേസിലൊക്കെ അറിയാലോ, വാട്ടറിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ എഫോവസന്റ് ടാബ്ലറ്റ് എടുക്കുന്നത് അതിന് യൂസ് ഇല്ലാതായി പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈയിങ് ടെക്നിക്ക് ആവശ്യമാണ്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രിസർവേഷൻ ഓഫ് ഡ്രഗ് പ്രോഡക്ട്സ്. നെക്സ്റ്റ് വൺ ഇസ് ബൾക്ക് ഡ്രഗ്സിന്റെ കേസിൽ ഉള്ള പ്രിപ്പറേഷൻ, അതായത് നമ്മൾ റോ മെറ്റീരിയൽസും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ബൾക്കായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഡൈലുവൻസ്, സ്പ്രേ ഡ്രൈഡ് ലാക്ടേഴ്സ് നമ്മൾ സ്പ്രേ ഡ്രൈയിങ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ നമുക്ക് ബൾക്ക് ഡ്രഗ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രൈയിങ് ടെക്നിക്ക് യൂസ്ഫുൾ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ സ്റ്റിക്കി നേച്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ടാബ്ലറ്റ് അടിക്കുന്ന സമയത്തായിരുന്നാലും ഒക്കെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വാട്ട് യൂസ്ഫുൾ ഫോർ ഇംപ്രൂവ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോഡക്ട്സ്. ഓക്കെ, സോ ഈ ഒരു മൂന്നാല്, അപ്പൊ നമുക്ക് ഹാൻഡ്ലിങ് എളുപ്പം. അപ്പൊ ഈ ഒരു മൂന്നാല് കാര്യങ്ങൾക്കാണ് നമുക്ക് ഡ്രൈയിങ് എളുപ്പമായിട്ട് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഓരോന്നിന്റെയും അകത്ത് എക്സാമ്പിൾ വരുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ചിട്ട് പറയാം. സോ ബേസിക്കലി ഇതാണ് നമുക്ക് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. തിയറി ഓഫ് ഡ്രൈയിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ തിയറി ഓഫ് ഡ്രൈയിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഓർക്കാനുള്ളത്, ഒന്ന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഡ്രൈയിങ് രണ്ട് രീതിയിലാണ് നമുക്ക് ഡ്രൈയിങ്ങിന്റെ വരുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും. ഓക്കെ, ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് അറിയാം എന്താണ്, നമ്മൾ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഈ മോയ്സ്ചർ എന്തായിരിക്കും വരുന്നത്, സർഫസിലും കാണാം അകത്തും കാണാം അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സർഫസിൽ നിന്നുള്ളത് പോകും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അകത്തു നിന്നുള്ളത് സർഫസിലേക്ക് വന്നുകൊണ്ടും ഇരിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഇവാപ്രേഷൻ നടക്കുന്ന, അല്ലെങ്കിൽ ആ ഫസ്റ്റ് സർഫസിൽ നിന്ന് മോയ്സ്ചർ പോകുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ബിക്കോസ് നമ്മൾ മെയിൻലി തെർമലിന്റെ കേസാണ് പറയുന്നത്, ഇനി അങ്ങോട്ടേക്കുള്ളതിൽ തെർമലിന്റെ കേസാണ് വരുന്നത്. അപ്പോൾ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ latent heat for vaporization, നമ്മുടെ basic physics. So it will be get supplied as what a latent heat of vaporization, and what happens, the moisture on the surface gets vaporized. Okay, so that is that process, or അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, so that is what is heat transfer. ഇനി അടുത്തൊരു കാര്യമുണ്ട്, മാസ് ട്രാൻസ്ഫർ. മാസ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറഞ്ഞു അകത്തു നിന്നുള്ളത് പുറമേക്ക് പോകണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതാണ് മാസ് ട്രാൻസ്ഫർ. ഓക്കെ,
സോ ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. ഓക്കെ, അത് തന്നെ നമുക്ക് കാപ്പിലാരിറ്റി തിയറി അങ്ങനെ വരുന്നുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് നമുക്ക് ഡിഫ്യൂഷൻ എന്ന് ഓർക്കാം. ഓക്കെ, സോ രണ്ട് രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും ഇതാണ് റേറ്റ് തിയറിയിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു 3-4 പോയിന്റ്സ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ തിയറി ഓഫ് ഡ്രൈയിങ്ങിൽ ബേസിക് ആയിട്ട് ഓർക്കാനുള്ളത് എന്താണ്? ഡ്രൈയിങ് ഇൻവോൾവ്സ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് മാസ് ട്രാൻസ്ഫർ. ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്നുള്ളത് സെക്കൻഡ് പോയിന്റ് ഓർക്കുക. എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ദ മെറ്റീരിയൽ ടു ബി ഡ്രൈ. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി supplying the latent heat of vaporization that is required for the vaporization of the moisture from the surface. Okay, clear അല്ലേ? ആ കൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ. പക്ഷെ അവിടെ നമുക്ക് MCQ ചോദിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. ബേസിക് കാര്യം അത്രേ ഉള്ളൂ. ബട്ട് MCQ ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന 3-4 പോയിന്റ്സ് ആണ് ഞാൻ നോട്ട് ചെയ്തിരുന്നത്. അതായത് നമ്മളിപ്പോ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞു അല്ലേ, ഡ്രൈയിങ്ങിലാണെങ്കിൽ പോലും ഇവാപ്രേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. സോ ദ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ is directly proportional to the overall rate of heat transfer. Okay, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. റേറ്റ് ഓഫ് ഇവാപ്രേഷൻ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കൂടുതലാണെങ്കിൽ പെട്ടെന്ന് മോയ്സ്ചർ റിമൂവ് ആവുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇത് ബേസിക് ഫിസിക്സ് ആണ്. നമുക്ക് റേറ്റ് ഓഫ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതുകൊണ്ടാണ് ആ 1/, ഇട്ടിരിക്കുന്നത് ലേറ്റന്റ് ഹീറ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി ആണ് ആ ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്, പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ 1/, കൊടുത്തിരിക്കുന്നത് ഇൻവേഴ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഓവറോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, അത് രണ്ടും നമുക്ക് ചോദിക്കാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇക്വേഷൻ ആയിട്ട് ഉണ്ട് dw/dθ = q/λ എന്നാണ് വരുന്നത്. അത് ആക്ച്വലി ഇക്വേഷൻ ആയിട്ട് വേണമെന്നുള്ളവർക്ക് എഴുതി വെക്കാം. ഇക്വേഷൻ ആയിട്ടൊന്നും ചോദിക്കില്ല. നമുക്ക് ആ ഇൻവേഴ്സും ഡയറക്ട്ലി ആണോ പ്രൊപ്പോർഷണൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ അതൊരു പോയിന്റ് ആയിട്ട് ഓർക്കുക കേട്ടോ. ഇനി അവിടെ നമ്മുടെ അടുത്തൊരു പോയിന്റ് ഓർക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ അപ്പൊ എന്താ നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ഓർ ദ ഹീറ്റ്. സോ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ഫൗണ്ട് ടു ബി ടെമ്പറേച്ചർ ഡിഫറൻഷ്യൽ ഇൻ ദ കേസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻഷ്യൽ ആണ്. ഇനി കമ്മിങ് ഓൺ ടു ദ മാസ് ട്രാൻസ്ഫർ. മാസ് ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അകത്തുനിന്ന് സർഫസിലേക്ക് വരുവാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിഫ്യൂഷൻ തിയറിയുടെ ബേസിസിലാണ് ഇപ്പൊ പറയുന്നത്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ് അത് വരുന്നത് എന്നുള്ളത് ഓർക്കുക. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ഇവാപറേറ്റിംഗ് സർഫസ് അല്ലേ? ബേസിക്സ് നമ്മൾ ബയോഫാമിൽ പഠിക്കാറുണ്ടല്ലേ? സോ ദാറ്റ് ഇസ് സർഫസ് ഏരിയ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ. ആൻഡ് ഇവിടെ എന്തായിരിക്കും എന്നറിയോ? ഇങ്ങനെ വരുന്നത് നമ്മുടെ ആ ഹ്യൂമിഡിറ്റിന്റെ ബേസിസിലാണ് വരുന്നത്. Okay, so that is directly proportional to the absolute humidity at the evaporating surface also. Okay, so അങ്ങനെ രണ്ട് രീതിയിൽ ആ രണ്ട് പോയിന്റ്സ് ഓർക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്? ഹ്യൂമിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. പക്ഷെ അപ്പുറത്ത് ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. സോ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യാനുള്ളത് 3 പോയിന്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ പ്രകാരം ഞാൻ എന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് പെട്ടെന്ന് ആ രീതിയിൽ എഴുതി വെക്കുക കേട്ടോ. റേറ്റ് ഓഫ് ഇവാപറേഷൻ directly proportional to the rate of heat transfer and it is inversely proportional to the latent heat of vaporization and the driving force is found to be the temperature differential. Okay, now moving on to the rate of diffusion, അതായത് mass transfer. Okay, so there we are considering what a mass transfer എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് mass transfer എന്നുള്ളത് ഓർക്കുക. that is the diffusion of water through the material to the evaporating surface. So the rate of diffusion will be directly proportional to the area of the evaporating surface as well as it is also directly proportional to the absolute humidity at the evaporating surface. So the driving force there is found to be the humidity. 3 തിയറീസ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഓർക്കാനുണ്ട്. അത് വേറൊന്നുമില്ല, ഫസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ ഡിഫ്യൂഷൻ ഉണ്ടല്ലോ, ആ ഡിഫ്യൂഷന്റെ ബേസിസിൽ വരുന്നതാണ് ഡിഫ്യൂഷൻ തിയറി എന്ന് പറയും. അത് മെക്കാനിസംസ് ഓഫ് ഡ്രൈയിങ് പ്രോസസിന്റെ ബേസിസിലാണ് ആ തിയറീസ് പറയുന്നത്. ടോട്ടലി നമുക്ക് 2 രീതി, അതെങ്ങനെ എന്നുള്ള ഡിഫറെന്റ് തിയറീസ് ഉണ്ട്, കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ഡിഫ്യൂഷൻ തിയറി. അപ്പൊ ഡിഫ്യൂഷൻ തിയറി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോയിസ്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, സോ ഡിഫ്യൂഷൻ തിയറിയിലെ ബേസിക് പോയിന്റ് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ, ഡിഫ്യൂഷൻ അല്ലെ. ഇപ്പൊ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ, നമ്മൾ ബയോഫാമിലെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്തായിരിക്കും? മോയിസ്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോയിസ്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കാപ്പിലാരിറ്റി തിയറി. ഈ ഡിഫ്യൂഷന്റെ കാര്യമാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്, അതുകൊണ്ട് ഇനി അതിന് വേറെ എക്സ്പ്ലനേഷന്റെ ആവശ്യം വരുന്നില്ല. ദെൻ കാപ്പിലാരിറ്റി തിയറി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇതില് വേറൊരു കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ഒരുപാട് മോയ്സ്ചർ പ്രസന്റ് ഇല്ലേ, അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോയ്സ്റ്റേഴ്സ് ഒക്കെ പോസ്ഡ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹൈഗ്രോസ്കോപ്പിക് ഒക്കെ ആയിട്ടുള്ള സബ്സ്റ്റൻസസും അല്ലെങ്കിൽ പോറസ് നേച്ചർ ആയിട്ടുള്ള സബ്സ്റ്റൻസസിലും ഒക്കെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിൽ അല്ലെങ്കിൽ വോയിഡ്സിൽ കാണുന്ന മോയ്സ്ചർ അത് പോകും തോറും എന്ത് ചെയ്യും? ഒരു മെനിസ്കസ് ഫോം ചെയ്യും. കാപ്പിലാരിറ്റി നിങ്ങൾക്ക് അറിയാലോ, കാപ്പിലറി ആക്ഷൻ. സോ ആ ഒരു മെനിസ്കസ് ഫോം ചെയ്യുന്നത് പോലെ ഫോം ചെയ്യും എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആണ് കാപ്പിലാരിറ്റി തിയറി. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നീട് താഴെ നിന്നുള്ളത് മുകളിലേക്ക് വരും. പക്ഷെ അവിടെ ഒരു കേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഹൈഗ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ളതിന്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാപ്പിലാരിറ്റി തിയറി പറയാൻ പറ്റും. പക്ഷെ പിന്നീട് ആ സർഫസിൽ അത് ഇവാപറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫ്യൂഷൻ തന്നെയായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ എൻറ്റയർലി നമുക്ക് ഒന്ന് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി പ്രഷർ ഗ്രേഡിയന്റ് തിയറി ഉണ്ട്. പ്രഷർ ഗ്രേഡിയന്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ നമ്മൾ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുന്ന ഹീറ്റിന്റെ ബേസിസിലാണ് നമ്മളിപ്പോ ഇതെല്ലാം പറഞ്ഞത്. അതല്ലാതെ നമ്മള് അറിയാം, മൈക്രോവേവ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡ്രൈയിങ് ചെയ്യുന്നില്ലേ? അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് കൊടുക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആ റേഡിയേഷൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ മോളിക്കുളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഇന്റേണലി ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബൈ ദ ഇന്റേണൽ ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നതാണ് പ്രഷർ ഗ്രേഡിയന്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ മൈക്രോവേവ് ഡ്രൈയിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ നമ്മൾ വേറെ ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് റേഡിയേഷൻ ഇറ്റ്സെൽഫ് ഇസ് ഫൗണ്ട് ടു ബി ക്രിയേറ്റിംഗ് ആൻ ഇന്റേണൽ ഹീറ്റ് ഇറ്റ്സെൽഫ് ഇൻ ദ പ്രൊഡക്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി സെർവിങ് ദ ഡ്രൈയിങ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് 3 രീതിയിൽ 5 രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 തിയറിയാണ് വരുന്നത് നമ്മൾ പഠിക്കുന്ന ഡ്രയേഴ്സിന്റെ ബേസിസിൽ. അപ്പോൾ ഇത് 3 ഒന്ന് ഓർക്കുക കേട്ടോ. ഡിഫ്യൂഷൻ തിയറി, കാപ്പിലാരിറ്റി തിയറി ആൻഡ് പ്രഷർ ഗ്രേഡിയന്റ് തിയറി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഡിഫ്യൂഷന്റെ കേസ് വരുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോയ്സ്ചർ കോൺസെൻട്രേഷൻ ആണെന്നുള്ളത് ഓർക്കുക. ദെൻ കാപ്പിലാരിറ്റി തിയറിയുടെ കേസ് വരുമ്പോഴത്തേക്കും പോറസ് നേച്ചറുള്ള സോളിഡ്സിന്റെ കേസിലാണെന്നുള്ളത് ഓർക്കുക. അല്ലെ മെനിസ്കസ് ഫോം ചെയ്യുന്നതും ഒക്കെ ഓർക്കുക. അവിടെ നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം, ആ കർവേച്ചർ ഉണ്ടല്ലോ, മെനിസ്കസ് ഫോം ചെയ്യും, കാപ്പിലാരിറ്റി അല്ലേ. അപ്പൊ അവിടെ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ആൻഡ് ഓൾ തിങ്സ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തേക്കണം. കർവേച്ചർ ഓഫ് ദ മെനിസ്കസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോറസ് ഡയമീറ്റർ and that determines the strength of the capillary forces. അപ്പോൾ മോയ്സ്ചർ കൂടുതലാണെങ്കിൽ ആ ഒരു മെനിസ്കസ് കൂടുതലായിരിക്കും, സോ ദാറ്റ് ദ കാപ്പിലറി ആക്ഷൻ വിൽ ബി ഹൈ. ബട്ട് നമുക്ക് മോയ്സ്ചർ കുറയും തോറും എന്ത് ചെയ്യും? ഈ കാപ്പിലറി ആക്ഷൻ കുറഞ്ഞു വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ്. കാപ്പിലറി തിയറി നമുക്ക് ഫ്രീ വാട്ടറിലാണ്, ഓക്കെ, വോയിഡിൽ ഇരിക്കുന്ന ഫ്രീ വാട്ടറിലാണ് കൂടുതലും നമുക്ക് കാപ്പിലാരിറ്റി തിയറിയുടെ ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത് കൂടി ഓർക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രഷർ ഗ്രേഡിയന്റ് തിയറി. പ്രഷർ ഗ്രേഡിയന്റ് തിയറി എന്ന് പറയുമ്പോൾ റേഡിയേഷൻ ആണ് അവിടെ നമ്മൾ ഓർക്കാനുള്ളത്. നമ്മൾ മൈക്രോവേവ് ഡ്രൈയിങ് ഓർത്താൽ മതി. അപ്പൊ എന്താ നടക്കുന്നത്? ഇന്റേണലി ആ റേഡിയേഷൻസിന്റെ ഇന്ററാക്ഷൻസ് ഫലമായിട്ടുള്ള ഇന്റേണൽ ഹീറ്റിംഗ് നടക്കുന്നത് കാരണമാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് അവിടെ ഓർക്കാനുള്ള ഒരു പോയിന്റ് എന്താണ്? കേസ് ഹാർഡനിങ് ഫിനോമിനൻ. കേസ് ഹാർഡനിങ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്കും അറിയില്ലേ, ചിലപ്പോൾ എന്ത് പറ്റും? പുറമേ ഉള്ളത് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഉള്ളിൽ പക്ഷെ ഡ്രൈയിങ് നടന്നിട്ടുണ്ടാവില്ല. അതിനെയാണ് കേസ് ഹാർഡനിങ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടാബ്ലറ്റ് ഒക്കെ ഡ്രൈയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഗ്രാന്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? പുറമേ ചിലപ്പോൾ നല്ല ഡ്രൈയിങ് വരും, ഉള്ളിൽ ഡ്രൈ ആയി കാണില്ല. ഓക്കെ, സോ അത് നമുക്കൊരു ടാബ്ലറ്റ് ഡിഫക്റ്റിലേക്കൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എന്താണ് കേസ് ഹാർഡനിങ് ഫിനോമിനൻ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. കേസ് ഹാർഡനിങ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഔട്ടറിൽ ഹയർ ഡ്രയർ ആയിരിക്കും, ഇന്നറിൽ വെറ്റ് സർഫസ് ആയിരിക്കും. ഓക്കെ, അതായത് ഡ്രൈയിങ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കേസ് ഹാർഡനിങ്. അതായത് സോളിഡ് സർഫസ് ബിക്കംസ് മോർ ഡ്രയർ ദാൻ ഇൻസൈഡ്. ഓക്കെ, സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കേസ് ഹാർഡനിങ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡ് സർഫസ് ബിക്കംസ് ഹാർഡർ. ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? സോഫ്റ്റർ ആയിരിക്കും, അത് ഡ്രൈ ആയി കാണത്തില്ല. ഓക്കെ, അതിനെയാണ് കേസ് ഹാർഡനിങ്. ആ ഒരു വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് കേട്ട് പരിചയമില്ല എന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ,
അപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇംപ്രോപ്പർ ഡ്രൈയിങ് ക്യാൻ ലീഡ് ടു കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയാമെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതും കൂടി നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു 2-3 ടേംസ് നമുക്ക് ഓർക്കാനുണ്ട് കേട്ടോ. എന്താണ് ബൗണ്ട് വാട്ടർ? സോ പ്യുവർ വാട്ടറിനേക്കാളും ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ കുറവായിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അൺബൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ the amount of water held by the material, unbound water എന്ന് പറയുമ്പോൾ the amount of water held by the material that exerts an equilibrium vapor pressure equal to that of pure water. ഓക്കെ, അതാണ് അൺബൗണ്ട് വാട്ടർ. സാധാരണ നമ്മുടെ പ്യുവർ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അൺബൗണ്ട് വാട്ടർ, ദാറ്റ് ഇസ് ദ മോയ്സ്ചർ. ആൻഡ് മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ബൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ബൗണ്ട് മോയ്സ്ചർ, അതായത് നമ്മുടെ ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ ആയിരിക്കും വരുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട് അല്ലെ. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ. നോൺ ഹൈഗ്രോസ്കോപ്പിക് ആകുമ്പോൾ ഇല്ല. അപ്പൊ നോൺ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കാണുന്ന മോയ്സ്ചർ, അതായത് ബൗണ്ട് വാട്ടർ അല്ല, അവിടെ നമുക്ക് ഓർക്കാനുള്ളത് അൺബൗണ്ട് വാട്ടർ ആണ്. ഏതിൽ കാണുക? നോൺ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസിൽ കാണുക എന്നുള്ളത് ഓർക്കുക. അപ്പൊ അൺബൗണ്ട് വാട്ടർ ആണ് നോൺ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസിൽ കാണുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ അൺബൗണ്ട് വാട്ടറിന്റെ കണ്ടീഷൻ ആയിരിക്കും ഈ നോൺ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതായത് വേപ്പർ പ്രഷർ ഓഫ് ദ വെറ്റ് സോളിഡ്, അത് എന്താണ്? എന്ത് സോളിഡ് ആണ്? ഇറ്റ്സ് എ നോൺ ഹൈഗ്രോസ്കോപ്പിക് സോളിഡ്, റൈറ്റ്? സോ വേപ്പർ പ്രഷർ ഓഫ് ദ വെറ്റ് സോളിഡ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ, പ്യുവർ വാട്ടർ. അതാണ് നമ്മളെ സഹായിക്കുന്നത് അവിടെ. ഓക്കെ, സോ ബൗണ്ട് വാട്ടറും അൺബൗണ്ട് വാട്ടറും നമ്മൾ ഹൈഗ്രോസ്കോപ്പിസിറ്റി, നമ്മുടെ മെറ്റീരിയലിന്റെ നേച്ചറുമായിട്ട് നമ്മൾ എങ്ങനെ നമുക്കത് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ കൂടുതലായിട്ടും കാണുന്നത് ബൗണ്ട് വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബൗണ്ട് വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ദ പ്യുവർ വാട്ടർ, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ. ഓക്കെ, സോ അതാണ് ആ ഒരു റിലേഷൻ വരുന്നത്, ബൗണ്ട് വാട്ടർ, അൺബൗണ്ട് വാട്ടർ, ഹൈഗ്രോസ്കോപ്പിസിറ്റി. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്നറിയാം. അതിൽ അടുത്ത പോയിന്റ് ഓർക്കാനുള്ളത് എന്താണ്? അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് മോസ്റ്റ്ലി എന്താണ്? ബൗണ്ട് വാട്ടർ ആണ്. അപ്പൊ ഈ ബൗണ്ട് വാട്ടറിന്റെ നേച്ചർ ആണ് അതിൽ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് ആ സോളിഡ്. കാരണം ഹൈഗ്രോസ്കോപ്പിക് സോളിഡ് അല്ലേ. സോ ദ വേപ്പർ പ്രഷർ, നമുക്ക് വേപ്പർ പ്രഷർ ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഡ്രൈയിങ്ങിൽ. സോ വേപ്പർ പ്രഷർ ഓഫ് ദ സോളിഡ്, ഹൈഗ്രോസ്കോപ്പിക് സോളിഡ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ. അത് നമ്മൾ തിയറിയിൽ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ മനസ്സിലാവും. അൺബൗണ്ട് വാട്ടറിന്റെയും ബൗണ്ട് വാട്ടറിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയാലേ നമുക്ക് അത് അവിടെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. സോ ഹൈഗ്രോസ്കോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ബൗണ്ട് വാട്ടർ കൂടുതൽ. ബൗണ്ട് വാട്ടറിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ എന്താണ്? ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ ആണ്. സോ നമ്മൾ എടുക്കുന്ന സോളിഡ്, ഇഫ് ഇറ്റ് ഇസ് എ ഹൈഗ്രോസ്കോപ്പിക് സോളിഡ്, ഇറ്റ്സ് വേപ്പർ പ്രഷർ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ. ഇനി ഹൈഗ്രോസ്കോപ്പിക് അല്ല, നോൺ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? അതിൽ സാധാരണ അൺബൗണ്ട് വാട്ടർ ആണ് കാണുക. സോ അൺബൗണ്ട് വാട്ടർ കാണുന്നത് കൊണ്ട് തന്നെ അൺബൗണ്ട് വാട്ടറിന്റെ നേച്ചർ എന്താണ്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ ആണ്. സോ the material that we have taken, if it is found to be a non hygroscopic material, the moisture that is present in itself will also be showing what the vapor pressure will be equal to that of pure water. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇക്വിലിബ്രിയം റിലേഷൻഷിപ്പുമായിട്ടുള്ള കാര്യമാണ്. ഇക്വിലിബ്രിയം റിലേഷൻഷിപ്പിൽ നമുക്ക് ഓർക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹീറ്റും ഹ്യൂമിഡിറ്റിയും അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോഴത്തേക്കും പിന്നീട് ആ മോയ്സ്ചറിന് ചേഞ്ച് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് വാട്ട്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും അല്ലേ. സോ ഓൺ അറ്റൈനിങ് ഇക്വിലിബ്രിയം ഫർദർ എക്സ്പോഷർ വിൽ നോട്ട് ആൾട്ടർ ദ മോയ്സ്ചർ കണ്ടന്റ്. അതായത് വേറൊന്നുമില്ല, ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓവർ ഡ്രൈയിങ്ങിലേക്ക് ഡ്രൈയിങ് അവിടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഡ്രൈയിങ് ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല ഇക്വിലിബ്രിയം കഴിഞ്ഞാൽ എന്നുള്ളതാണ് പിന്നത്തെ കാര്യം. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ഡ്രൈയിങ്ങിൽ നമുക്ക് വരുമ്പോഴത്തേക്കും വേപ്പർ പ്രഷർ
എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഇക്വലന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് അവിടെ ഡ്രൈയിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇക്വിലിബ്രിയം റിലേഷൻഷിപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ അറ്റൈനിങ് ഇക്വിലിബ്രിയം, further exposure to the temperature and humidity will not alter the moisture content in the soil. Okay, so after attaining equilibrium, it will not alter the moisture content. Okay, okay, അപ്പോ അടുത്തൊരു പോയിന്റും കൂടി അവിടെ ഓർക്കുക. ഇക്വിലിബ്രിയം, ഡ്രൈയിങ് ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? വേപ്പർ പ്രഷർ ഓഫ് ദ വെറ്റ് സോളിഡ് ഈസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Okay, drying equilibrium condition ആയി. So further it will not be undergoing any drying. So vapor pressure will be equal to atmospheric pressure. Drying in the policy. Okay, vapor pressure will be equal to atmospheric pressure at its equilibrium. ഈ രണ്ട് പോയിന്റ് ഓർക്കുക. ഇക്വിലിബ്രിയത്തിൽ ഫർദർ ആയിട്ട് ഡ്രൈയിങ് ഇല്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു യൂസ് അറിയാമല്ലോ. നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമ്മൾ പിന്നെ ഫർദർ ആയിട്ട് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരുന്നില്ല. സോ നമുക്ക് എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ദയർ. ബേസിക് കാര്യം ഇതാണ്. ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? എക്സ്പോഷർ will not alter any moisture content as well as the vapor pressure will be equal to what the atmospheric pressure. Okay, so അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടിയിട്ടൊന്ന് ഓർക്കുക ഇക്വിലിബ്രിയം റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡിഫറെന്റ് രീതിക്ക് ഡ്രൈയിങ് റേറ്റ് കേർവ്സ് കാണാം. ചിലപ്പോൾ മോയ്സ്ചർ കണ്ടന്റിലും ഡ്രൈയിങ് ടൈമിലും ആയിരിക്കാം, ഡ്രൈയിങ് ടൈം ഡ്രൈയിങ് റേറ്റ് ആയിരിക്കാം, മോയ്സ്ചർ കണ്ടന്റ് ഡ്രൈയിങ് റേറ്റ്. സോ അപ്പം ഡിഫറെന്റ് രീതിക്ക് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓർക്കാനുള്ളത് വേറൊന്നുമില്ല. നമുക്ക് ആ ഒരു ഡ്രൈയിങ് റേറ്റിന്റെ ബേസിസിൽ കുറച്ച് ടേംസും കണ്ടീഷൻസും പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റേജിൽ എങ്ങനെയാണ് ആ റിയാക്ഷൻ എന്നുള്ളതും കൂടിയിട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് ഓർക്കാനുണ്ട് കേട്ടോ. അത് മാത്രമാണ് നമുക്ക് ഇവിടെ MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഈ ഒരു കണ്ടന്റിന്റെ വെച്ചിട്ട് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഡ്രൈയിങ് റേറ്റ് എടുക്കുമ്പോഴത്തേക്കും ഡ്രൈയിങ് ടൈം ആണ് നമുക്ക് Y ആക്സിസിൽ വരുന്നത്, മോയ്സ്ചർ കണ്ടന്റ് ആണ് X ആക്സിസിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്താണ്? മോയ്സ്ചർ നമുക്ക് ഇങ്ങോട്ടേക്കാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആക്സിസ് എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വാല്യൂ പോകുന്നത്. ഇവിടെ നമുക്ക് ആദ്യം എന്താണ് വരുന്നത്? ഒരുപാട് എമൗണ്ടിൽ മോയ്സ്ചർ പ്രസന്റ് ആണ്. സോ ഹയർ എമൗണ്ട് വരുന്നത് ഇവിടെയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ മോയ്സ്ചറിന്റെ വാല്യൂ കുറവാണ്. ഇതാണ് ബേസിക് ആയിട്ട് ആദ്യം മനസ്സിലാക്കി മൈൻഡിൽ. ഈ ഗ്രാഫിന്റെ ബേസിക് ആയിട്ട് ആദ്യം മൈൻഡിൽ വേണം. നമ്മൾ സാധാരണ ഗ്രാഫ് പോലെയല്ല, തിരിച്ചാണ് ഈ ഒരു X ആക്സിസ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. അത് ബേസിക് ആയിട്ട് നമുക്ക് ലോജിക്കലി അറിയാവുന്ന കാര്യമാണ്. മോയ്സ്ചർ കണ്ടന്റ് ഇപ്പുറത്ത് ആദ്യം കൂടുതലാണ്. സോ ആ ഒരു മൈൻഡിൽ വേണം നമ്മൾ പിന്നീട് ഗ്രാഫ് നോക്കാനായിട്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് വരും. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ഒരു ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഫേസ് ഉണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോളിംഗ് പീരീഡ്, സെക്കൻഡ് ഫോളിംഗ് പീരീഡ് ആൻഡ് ഫൈനലി ടു ദ ഇക്വിലിബ്രിയം മോയ്സ്ചർ. ഈ ബിയോണ്ട് ദിസ് നമുക്ക് ഡ്രൈയിങ് പിന്നെ ഇല്ല. ഡ്രൈയിങ്ങിന്റെ റേറ്റ് കണ്ടോ, 0 ആയി. അപ്പോൾ ഇതാണ് ഈ ഒരു നമുക്ക് ഡ്രൈയിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഓരോ ഫേസിലും എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഫേസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഓർക്കാനുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്നത് ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഫേസ്. ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ സർഫസിലുള്ള മോയ്സ്ചറും അതേപോലെ തന്നെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന മോയ്സ്ചറും അല്ലെ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോയ്സ്ചർ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഡ്രൈയിങ് റേറ്റ് കൂടി വരും അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്കത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആകുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? ആ എനർജിയുടെ ബേസിസിൽ മോയ്സ്ചർ റിമൂവ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. സോ ഡ്രൈയിങ് റേറ്റ് കൂടുന്നു. പക്ഷെ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് മോയ്സ്ചർ എത്തുമ്പോൾ പിന്നീട് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ആ ഒരു ഡ്രൈയിങ് പോകുന്നത്. ഓക്കെ, സോ ആ ഇക്വിലിബ്രിയം, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ, അതായത് നമ്മുടെ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ് ആ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോൾ റേറ്റ് ഓഫ് ഹീറ്റിംഗ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വർക്കിംഗ്. റേറ്റ് ഓഫ് വർക്കിംഗ് മീൻസ് വേറൊന്നുമില്ല, നമ്മൾ എത്രത്തോളം ഹീറ്റ് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് ഇവാപറേഷൻ നടക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ്, അതായത് റേറ്റ് ഓഫ് ഹീറ്റിംഗും റേറ്റ് ഓഫ് കൂളിംഗും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഫൗണ്ട് ടു ബി ദ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ്. ഓക്കെ, സോ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിലേക്ക് എത്തുന്നതിന് തൊട്ടു മുന്നേ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ആ ഒരു
ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തായി, ഒരു ഇക്വിലിബ്രിയം പോലെ എത്തി. അതായത് എത്രത്തോളം ഹീറ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഇവാപറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിന്റെ ഇക്വിലിബ്രിയത്തിലെ റേറ്റ് ഓഫ് ഹീറ്റിങ്ങും റേറ്റ് ഓഫ് വർക്കിങ്ങും ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ്. ഇപ്പൊ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് ആയിട്ടാണ് ഡ്രൈയിങ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് rate of evaporation will be equal to rate of diffusion. Okay, rate of evaporation will be equal to rate of diffusion. അതാണ് നമുക്ക് MCQയിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളത് വേണം. നമ്മളിപ്പം ഡ്രൈയിങ് റേറ്റ് കർവിൽ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ റേറ്റ് ഓഫ് ഇവാപറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അതിനാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ അതറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. ഓരോ ഫേസിലും അത് എങ്ങനെ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ് അറിയേണ്ടത് കേട്ടോ. അപ്പോ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിലേക്ക് വരുമ്പോൾ റേറ്റ് ഓഫ് ഇവാപറേഷനും റേറ്റ് ഓഫ് ഡിഫ്യൂഷനും, അതായത് എത്രത്തോളം ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഇവാപറേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞു താഴേന്ന് ഡിഫ്യൂസ് ചെയ്ത് വരുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു, താഴേന്ന് ഡിഫ്യൂസ് ചെയ്തു. നിങ്ങൾ ഒരു മൈൻഡിൽ ഒരു വെറ്റ് സോളിഡ് ഡ്രൈ ചെയ്യുന്നതൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചർ എല്ലാം എന്താ പറയാ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും നമുക്ക് സർഫസിൽ കാണുന്നത്. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഇവാപറേറ്റഡ് ഈസിലി. ദെൻ നമുക്ക് എന്തായിരിക്കും, ലൂസ് ആയിട്ട്, ബൗണ്ട് അല്ല ലൂസ് ആയിട്ടുള്ള മോയ്സ്ചറും ഇൻക്ലൂഡഡ് ആവും. സോ ദാറ്റ് വിൽ ഓൾസോ ബി ഡിഫ്യൂസിങ് ടു ദ സർഫസ് അക്കോർഡിംഗ്ലി ടു ദ മോയ്സ്ചർ ദാറ്റ് ഇസ് ബീങ് ഇവാപറേറ്റഡ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എത്രത്തോളം ഇവാപറേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് റേറ്റ് ഓഫ് ഡിഫ്യൂഷനും വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി വാട്ട് ഈക്വൽ. സോ ഈക്വലി എപ്പോഴും അവിടെ ഒരു ഫിലിം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നു ഡ്രൈയിങ്ങിൽ. അവിടെ ഒരു നമ്മൾ എന്താ പറയാ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രാക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ റിമൂവ് ചെയ്യുന്നത് എന്ത് ടൈപ്പിലുള്ള മോയ്സ്ചർ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അൺബൗണ്ട് വാട്ടർ ഒക്കെ, അങ്ങനെയുള്ള ഫ്രീ വാട്ടർ അഥവാ അൺബൗണ്ട് വാട്ടർ ആയിരിക്കും നമുക്ക് എവിടെ റിമൂവ്ഡ് ആവുക, കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ റിമൂവ് ചെയ്യാം. കാരണം എളുപ്പത്തിൽ തന്നെ റിമൂവ്ഡ് ആവുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് പക്ഷെ താഴേന്ന് വരുന്നുണ്ട്. ഈ താഴേന്ന് വരുന്നത് ആരാണ്? അൺബൗണ്ട് വാട്ടർ ആണ് അല്ലെ. അപ്പോ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. റേറ്റ് ഓഫ് ഇവാപറേഷനും റേറ്റ് ഓഫ് ഡിഫ്യൂഷനും ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫോളിംഗ് പീരീഡ്. അതായത് നമ്മളിപ്പോ കോൺസ്റ്റന്റ് ഡ്രൈയിങ് റേറ്റ് പീരീഡ് നിന്നു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് സപ്ലൈ അനുസരിച്ചിട്ട് നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈയിങ് റേറ്റ് കുറയുന്നു. കാരണം എന്താണ്, മോയ്സ്ചർ കുറച്ച് കുറഞ്ഞു തുടങ്ങി. ഓക്കെ, സോ ഡ്രൈയിങ് റേറ്റ് ഫോൾ ചെയ്ത് തുടങ്ങി. അതാണ് നമ്മൾ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അതിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, കണ്ടോ, നമ്മുടെ ഡ്രൈയിങ് റേറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു തുടങ്ങി. ഓക്കെ, ഇനി അതിങ്ങനെ വന്ന് നമുക്ക് മോയ്സ്ചർ കുറയും തോറും നമ്മുടെ ആ ഒരു ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഓക്കെ, സോ അപ്പൊ അതാണ് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഗ്രാഫിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ഇൻഡിവിജ്വൽ ഫേസസ് ആണ് നമ്മൾ എന്താ നടക്കുന്നത് എന്നുള്ളതാണ് MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ് ആയി. ഫോളിംഗ് റേറ്റ് പീരീഡ് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇക്വലന്റ് ആയിട്ട് എത്രത്തോളം പോകുന്നുവോ അത്രയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരില്ല, മോയ്സ്ചർ ഇല്ല എന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡിൽ എന്ത് ഫോം ചെയ്യും, ഡ്രൈ സ്പോട്സ് ഫോം ചെയ്യും. ഓക്കെ, ഡ്രൈ സ്പോട്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ വറ്റി വരേണ്ട പാടങ്ങളൊക്കെ നോക്കിയാൽ എന്ത് പറ്റും, ചില സ്ഥലങ്ങളിൽ ക്രാക്കിംഗ് ഉണ്ടാവും അല്ലെ. അതായത് നല്ലതുപോലെ ഡ്രൈ ചെയ്തിട്ടുണ്ടാവും ആ സ്ഥലങ്ങൾ. അപ്പോൾ അതേപോലെ നമ്മൾ ആ ഒരു സർഫസിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഒരുപാട് ഡ്രൈയിങ് അഥവാ ഇവാപറേഷൻ നടന്നു, അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് താഴെ നിന്ന് ആരും വരുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഡ്രൈയിങ് സ്പോട്ട് കിട്ടും. സോ ഡ്രൈയിങ് സ്പോട്ട് ഏത് ഫേസിലാണ് ഫോം ചെയ്യുന്നത്, ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡിലാണ് ഫോം ചെയ്യുന്നത്. അത് നോട്ട് ചെയ്യാട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആരായിരിക്കും കൂടുതൽ, റേറ്റ് ഓഫ് ഇവാപറേഷൻ ആണ് കൂടുതൽ. ഇവിടെ നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചർ താഴേന്ന് വരുന്നില്ല. ഓക്കെ, സോ റേറ്റ് ഓഫ് ഇവാപറേഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഈ രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് അവിടെ നമുക്ക് MCQയിൽ ചോദിക്കാൻ പറ്റുക. ഓക്കെ, ഡ്രൈയിങ് സ്പോട്ട് ഫോം ചെയ്യുന്നത് ഏത് ഫേസിലാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അടുത്ത നമ്മുടെ ആ ഗ്രാഫിൽ അടുത്തൊരു സ്റ്റേജ് വന്നില്ലേ, സെക്കൻഡ് ഫോളിംഗ് പീരീഡ്. ഓക്കെ, സെക്കൻഡ് ഫോളിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ, വളരെ നന്നായിട്ട് ഡ്രൈയിങ് ആയി. ഓക്കെ, ഇനി നമ്മുടെ താഴേന്ന് വരുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, റേറ്റ് ഓഫ് ഡിഫ്യൂഷന് ഡിപ്പെൻഡന്റ് ആണ്. അതായത് റേറ്റ് ഓഫ് ഡ്രൈയിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ്
വാട്ടർ വേപ്പർ. അവിടെ ഈക്വൽ അല്ല, നമുക്ക് റേറ്റ് ഓഫ് ഡ്രൈയിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞു വരുന്നത് സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാലം. അപ്പൊ ഇവിടെ നമുക്ക് ഡ്രൈയിങ് റേറ്റ് കുറച്ചുകൂടി കുറവായിരിക്കും അല്ലെ. ഡ്രൈയിങ് ഫോൾസ് മോർ ഹയർ ആണ്. ഓക്കെ, മോർ റാപ്പിഡ്ലി ഡ്രൈയിങ് വിൽ ബി ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, സോ ഡ്രൈയിങ് റേറ്റ് വിൽ ബി ഫോളിംഗ് മോർ റാപ്പിഡ്ലി. അതായത് ഡ്രൈയിങ് കുറവാണ്, കാരണം നമുക്ക് എന്താണ്, നമുക്ക് ഉള്ളതൊക്കെ കഴിയാറായി അല്ലെ. അപ്പോ അത് കുറച്ചുകൂടി ഡ്രൈയിങ് റേറ്റ് നമുക്ക് കുറഞ്ഞു വന്നു. ഓക്കെ, സോ അപ്പൊ അതാണ് അതിന്റെ കേസ് വരുന്നത്. ദാറ്റ് ഇസ് ഫോൺ ടു ബി ദ സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡ്. ഓക്കെ, അപ്പോ ഇത്രയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡ്രൈയിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ വാട്ടർ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ. ഇത്രയും രീതിക്കാണ് നമുക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കുറച്ച് പോയിന്റ്സും കൂടിയിട്ട് ഇതിൽ ഓർക്കാനുണ്ട്. അതും നമുക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഇതിൽ നമുക്ക് 2-3 ടേംസ് പഠിക്കാനുണ്ട്. എന്താ അതിൽ വരുന്നതാണ് ഒരു CMC എന്ന് പറഞ്ഞ് ചോദിക്കാം, EMC എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് CMC എന്താണ്? ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് ആണ് CMC. EMC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഓക്കെ, സോ അപ്പോ അത് ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്? നമ്മുടെ റേറ്റ് ഓഫ് ഡ്രൈയിങ് ഫോൾ ചെയ്യുന്നത് ഏത് മോയ്സ്ചറിന്റെ കണ്ടന്റിലാണ്, ഏത് മോയ്സ്ചർ ലെവലിലാണെന്ന് ചോദിക്കാം. ഓക്കെ, സോ റേറ്റ് ഓഫ് ഡ്രൈയിങ് ഫോൾ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റിൽ എത്തണം. അതുവരെ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമുക്ക് ഡ്രൈയിങ് റേറ്റ് കുറയുന്നത്? ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഡ്രൈയിങ് റേറ്റ് കുറയും. അതിന്റെ ഫേസസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫോർമുല. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMC എന്താണ്? റേറ്റ് ഓഫ് ഡ്രൈയിങ് ബിഗിൻസ് ടു ഫോൾ. ഓക്കെ, അതാണ് CMC നമുക്ക് ഡ്രൈയിങ് റേറ്റ് കർവില് ഇമ്പോർട്ടൻസ് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ബിക്കോസ് സർഫസ് വാട്ടർ റീപ്ലേസ് ചെയ്യാനായിട്ട് ആരില്ല? നമ്മുടെ ഇന്റേർണലി വരുന്ന ഡിഫ്യൂഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു കണ്ടിന്യൂസ് ഫിലിം കൊടുക്കാനായിട്ട് ഇല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രൈയിങ് റേറ്റ് കുറയുന്നത്. ഓക്കെ, സർഫസ് വാട്ടർ നോ ലോങ്ങർ റീപ്ലേസ്ഡ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂസ് ഫ്ലോ. ഓക്കെ, സോ ആ ഒരു കണ്ടിന്യൂസ് ഫിലിം കിട്ടുന്നില്ല. അപ്പൊ അതാണ് വരുന്നത്. പിന്നെ അവിടെ ഓർക്കാനുള്ളത് ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റിന്റെ പോയിന്റ്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈയിങ് റേറ്റ് ഫോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, പിന്നെ റീപ്ലേസ് ചെയ്യാനില്ല, അപ്പൊ അതും ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, ഇങ്ങനെ 3 പോയിന്റ്സ് ആണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ ഒന്നും പഠിക്കണ്ട. ഈ ഒരു ഗ്രാഫ് മനസ്സിലുണ്ടാവുക, എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ആ പിക്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ടേംസ് എന്തൊക്കെയായിട്ട് റിലേറ്റഡ് ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ പിക്ചർ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ CMC അത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനി അടുത്തത് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ട്. അതിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. നമുക്ക് സെക്കൻഡ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈയിങ് സ്പോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ഫേസിലേക്ക് പോകുന്നു, കുറച്ചുകൂടി ഡ്രൈയിങ്ങിന്റെ ഇതായിട്ട്. അപ്പൊ അതാണ് സെക്കൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് EMC ആണ് കേട്ടോ, ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റില് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം വിത്ത് അറ്റ്മോസ്ഫിയർ ആണ്. സോ നമുക്ക് അറിയാം, പിന്നെ ഫെർദർ ആയിട്ട് എന്ത് ചെയ്യില്ല? ഡ്രൈയിങ് നടക്കില്ല. സോ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റിലാണ് ഡ്രൈയിങ് റേറ്റ് ഈസ് ഈക്വൽ ടു 0. Okay, so drying rate is equal to 0 at when the moisture becomes equal to equilibrium moisture content. Okay, so അങ്ങനെ നമുക്ക് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റുകളിൽ വരാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ ബേസിസിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അതായത് നമുക്ക് മോയ്സ്ചർ ആക്ച്വലി പ്രസന്റ് ആയിരിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബൗണ്ട് മോയ്സ്ചർ ആയിട്ട് കാണാം, അൺബൗണ്ട് മോയ്സ്ചർ ആയിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അൺബൗണ്ട് മോയ്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്യുവർ വാട്ടർ പോലെയാണല്ലേ. അതായത് വേപ്പർ പ്രഷർ ഈക്വൽ ടു പ്യുവർ വാട്ടർ, അൺബൗണ്ട് മോയ്സ്ചർ. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി റിമൂവ്. പക്ഷേ ബൗണ്ട് മോയ്സ്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ബൗണ്ടഡ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ്സ് വേപ്പർ പ്രഷർ ഇസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, സോ നമുക്ക് റിമൂവ് ചെയ്യാനും എന്തായിരിക്കും? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി ദ ബൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ആയി കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ വാട്ടർ, അതായത് നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമുള്ള വാട്ടർ, റെസിഡ്യൂവൽ വാട്ടർ ഒക്കെ കൂടി ചെന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമുള്ള വാട്ടർ, മോയ്സ്ചർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ബൗണ്ട് വാട്ടർ ഉണ്ടാവാം. മീൻസ് നമ്മളിപ്പോ നോക്കുവാണ്, ഹൈഡ്രേറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്,
പക്ഷെ പ്രൊഡക്റ്റ് സോളിഡ് അല്ലേ, ഡ്രൈഡ് സോളിഡ് അല്ലേ, അപ്പൊ അതെങ്ങനെ കാണുന്നു? ബൗണ്ട് ഫോമിലായിരിക്കും കാണുക. ഓക്കെ, സോ അപ്പൊ അങ്ങനെ നമുക്ക് മോയ്സ്ചർ അതിൽ പ്രസന്റ് ആണ്, ബട്ട് നമുക്ക് ആസ് സച്ച് നമുക്ക് ആ സോൾവെന്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഡ്രൈ ചെയ്തിരുന്നാലും എന്തില്ല, ഫെർദർ ആയിട്ട് നമുക്ക് ഡ്രൈയിങ് കൊണ്ട് യൂസ് ഇല്ല. ഓക്കെ, വെറുതെ നമുക്ക് എക്സ്പെൻസ് കൂട്ടാന്നേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കാരണം എത്ര എത്തുമ്പോഴാണ് നമുക്ക് ഡ്രൈയിങ് കംപ്ലീറ്റഡ് ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോ ദാറ്റ് നമുക്ക് വേറെ അനദർ എക്സ്പെൻസസ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, സോ അതും ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഓക്കെ, എനി മോയ്സ്ചർ പ്രസന്റ് ഇൻ എക്സസ് ഓഫ് EMC ഈസ് കോൾഡ് ആസ് ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ? എനി മോയ്സ്ചർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ എക്സസ് ഓഫ് EMC ഈസ് കോൾഡ് ആസ് ഫ്രീ വാട്ടർ. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ? നോക്കൂ, EMC നമ്മൾ ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, നമ്മൾ ബേസിക്കലി നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എന്നായിരിക്കും നമ്മളൊരു ഗ്രാഫിനെ മനസ്സിലാക്കുക അല്ലെ. ബട്ട് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് എന്താണ്? എനി പോയിന്റ് ഇൻ എക്സസ് ഓഫ് മോയ്സ്ചർ, ദാറ്റ് ഇസ് ഫസ്റ്റ് കാണുന്ന മോയ്സ്ചർ എന്നൊക്കെ പറയുന്നത് എന്തായാലും ഫ്രീ വാട്ടർ അല്ലേ? മനസ്സിലായോ? അത് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല എന്ന് വിചാരിക്കും. ബട്ട് ആക്ച്വലി നമുക്ക് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ കുറവുള്ള കേസസ് ആണ്. അപ്പോൾ എക്സസ് ആയിട്ടിരിക്കുന്നത് എന്തായാലും ഫ്രീ വാട്ടർ അല്ലേ? അതിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന മോയ്സ്ചർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഈ ഒരു സെക്ഷൻ കൂടുതലായിരിക്കും. അപ്പോ എക്സസ് ഓഫ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടല്ലേ വാല്യൂസ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ? മോയ്സ്ചർ ഇൻ എക്സസ് ഓഫ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലല്ലേ ഇങ്ങോട്ട് വരുന്നത്? അതെ അതെ അതെ. അപ്പൊ അത് ഫ്രീ വാട്ടർ അല്ലേ? നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമുള്ള വാട്ടർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ടെക്സ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമുക്ക് PSCക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടെക്സ്റ്റിൽ നിന്ന് സെന്റൻസസ് എടുത്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ പെട്ടെന്ന് തെറ്റിപ്പോകും. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടേക്കാണ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. സോ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. എനി മോയ്സ്ചർ പ്രസന്റ് ഇൻ എക്സസ് ഓഫ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ഈസ് കോൾഡ് ഫ്രീ വാട്ടർ. അപ്പൊ ഫ്രീ വാട്ടർ ഈസ് എനി മോയ്സ്ചർ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ എക്സസ് ഓഫ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്നും കൂടി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. സോ എനി മോയ്സ്ചർ പ്രസന്റ് ഇൻ എക്സസ് ഓഫ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ഈസ് കോൾഡ് ഫ്രീ വാട്ടർ. ഓക്കെ, നമുക്കത് ഇവാപറേറ്റ് ചെയ്ത് പോകാനും എളുപ്പമാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, അപ്പൊ നമ്മൾ CMC EMC ഒക്കെ പറഞ്ഞു. ഇനി ഒരു ടേമും കൂടിയിട്ടുണ്ട്. അതായത് ERH എന്ന് പറഞ്ഞാൽ എന്താ? ERH എന്ന് പറഞ്ഞാല് ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് ERH. ഓക്കെ, ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് നമ്മൾ EMC പറഞ്ഞില്ലേ, EMCയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ആവുമ്പോൾ പിന്നെ നമുക്ക് ഗെയിനോ ലോസോ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ആ ടൈമിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ ഡ്രൈയിങ്ങിൽ. അത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈയിങ് നടക്കുന്നില്ല. സോ അപ്പോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ദാറ്റ് ടൈം, ഓക്കെ, EMC അറ്റൈൻ ചെയ്യുമ്പോഴുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സറൗണ്ടിങ് ദ മെറ്റീരിയൽ at which a material neither gains nor loses moisture. Okay, so the relative humidity surrounding the material അല്ലെങ്കിൽ material at which the material neither gains nor loses moisture. അതായത് നമ്മുടെ EMCയുടെ ആ ഒരു ടൈമിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ERH. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നുള്ളത് ഓർക്കുക, ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇനി അവിടെ ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് കേട്ടോ. അതായത് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരിക്കും. ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആര് വെച്ചിട്ടായിരിക്കും എടുക്കുക? ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് വെച്ചിട്ടായിരിക്കും. ആ രണ്ട് പോയിന്റും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ,
Equilibrium relative humidity is determined by its moisture content. ഇനി equilibrium moisture content ആണെങ്കിൽ relative humidity. Okay. Equilibrium moisture content is determined by its surrounding humidity. Relative humidity. ഒരു ടേം എന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റി എന്താണെന്ന് നോട്ട് ചെയ്തോ. ഇൻ കേസ് എന്തെങ്കിലും ചോദിച്ചാൽ അറിയണ്ടേ. അപ്പൊ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേപ്പർ പ്രഷർ, ബൗണ്ട് വാട്ടറിന്റെയും അൺബൗണ്ട് വാട്ടറിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ പ്യുവർ വാട്ടർ ആയിട്ട് ഒരു കമ്പാരിസൺ പറഞ്ഞില്ലേ. അതിന്റെ റേഷ്യോന് പറയുന്ന പേരാണ് വാട്ടർ ആക്ടിവിറ്റി. AW വാട്ടർ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ വാട്ടർ ആക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇസ് ദ റേഷ്യോ ഓഫ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് വാട്ടർ വേപ്പർ പ്രഷർ exerted by the material to the vapor pressure of pure water. നമ്മൾ നേരത്തെ കമ്പാരിസൺ പറഞ്ഞു. ഇത് റേഷ്യോ, ഒരു വെറ്റ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും അതിന്റെ ആ ഒരു വേപ്പർ പ്രഷർ, ആ വെറ്റ് മെറ്റീരിയലിലുള്ള വേപ്പർ പ്രഷർ ടു ദാറ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ, അതിന്റെ ഒരു റേഷ്യോനെ പറയുന്ന പേരാണ് വാട്ടർ ആക്ടിവിറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്ത് നോക്കുന്നതിന് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ റേഷ്യോ ഓഫ് വാട്ടർ വേപ്പർ പ്രഷർ എക്സെർട്ടഡ് ബൈ ദ മെറ്റീരിയൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ ലിക്വിഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, അതിനെയാണ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു ഇത് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്യുവർ വാട്ടറിനേക്കാളും കുറവായിരിക്കും നമുക്ക് എന്ത് ചെയ്യും ഡിസോൾവ്ഡ് സോളിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമുക്കറിയാമല്ലോ സാധാരണ വാട്ടറിന്റെ വേപ്പർ പ്രഷർ നമ്മളൊരു സാധനം ഡിസോൾവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വേപ്പർ പ്രഷർ കുറയും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് റേഷ്യോ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ വെറ്റ് സോളിഡ് ടു ദാറ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ അല്ലെ. അപ്പൊ ആ വെറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ് സോളിഡും കൂടി ഉള്ള മെറ്റീരിയൽ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കില്ലേ. അപ്പോ ഡിസോൾവ്ഡ് സോളിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി കുറവായിരിക്കും ദാൻ പ്യുവർ വാട്ടർ. അങ്ങനെയും ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. സോ വാട്ടർ ആക്ടിവിറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട്സ്. ഓക്കെ, ബൈ ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം റെഡ്യൂസ്ഡ് മോയ്സ്ചർ കണ്ടന്റ് ആണെങ്കിലും വാട്ടർ ആക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പം സൊല്യൂട്ട് വരുമ്പോഴുള്ളത് അത് ബേസിക് ഫിസിക്സ് ആണ്, അത് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വേപ്പർ പ്രഷർ കുറയും, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും വാട്ടർ ആക്ടിവിറ്റി കുറവായിരിക്കും ഡിസോൾവ്ഡ് സോൾട്സ്. അപ്പൊ മേ ബി ചിലപ്പോൾ നമുക്ക് ചോദിക്കാം ഗ്ലിസറിനോ സൂക്രോസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ളതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി കുറവായിരിക്കും എന്നുള്ളതൊന്ന് ഓർക്കുക കേട്ടോ. ഇനി അടുത്ത കേസ് അത് നോട്ട് ചെയ്തല്ലോ, നോട്ട് ചെയ്തല്ലോ. അടുത്തത് പറയട്ടെ. ഓക്കെ, ഇനി അടുത്തത് ഓർക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മള് ഫാമേഴ്സ് കോഗ്നോസി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഘോരഘോരം പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ ലോസ് ഓൺ ഡ്രൈയിങ് ഒക്കെ കാണാറുണ്ട്. എന്താണ് അതെന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത്. നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മോയ്സ്ചറിനെ എക്സ്പ്രസ് ചെയ്യാം. ആ പ്രൊഡക്റ്റിന്റെ മോയ്സ്ചറിനെ രണ്ട് രീതിയിൽ നമുക്ക് ഫൈനലി എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ലോസ് ഓൺ ഡ്രൈയിങ്ങിന്റെ വാല്യൂ ആയിട്ടും ഒന്ന് മോയ്സ്ചർ കണ്ടന്റ് ഇത്രയെന്നും പറയാം അല്ലെ. രണ്ട് രീതിയിൽ നമ്മൾ പറയാറില്ലേ, മോയ്സ്ചർ കണ്ടന്റ് ഇത്രയെന്നും പറയാറുണ്ട്, ലോസ് ഓൺ ഡ്രൈയിങ് ഇത്രയെന്നും പറയാറുണ്ട്. അപ്പൊ ഈ ലോസ് ഓഫ് ഡ്രൈയിങ് എന്ന് പറയുന്നതും മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നതും തമ്മിലുള്ള ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. നമുക്ക് മോയ്സ്ചർ നമ്മൾ ഫൈനലി നമ്മൾ പറയുമ്പോൾ നമുക്ക് ടോട്ടലി നമ്മൾ ആദ്യം എടുത്ത ഒരു വെറ്റ് സോളിഡ് ആയിരിക്കുമല്ലോ, അതിനെയാണല്ലോ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് എടുക്കുക. ആ സോളിഡിന്റെ ടോട്ടൽ വെയിറ്റ് വെച്ചിട്ടും കമ്പയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഫൈനലി ഡ്രൈ ചെയ്തിട്ട് ആ സോളിഡിന്റെ വെയിറ്റ് വെച്ചിട്ടും കമ്പയർ ചെയ്യാം. സോ മോയ്സ്ചർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്രൈ വെയിറ്റ് ആസ് വെൽ ആസ് വെറ്റ് ബേസ്. അപ്പൊ ഈ വെറ്റ് ബേസ് ഫസ്റ്റ് നമുക്ക് വെറ്റ് ഓർക്കാം, കാരണം നമ്മൾ ആദ്യം നനഞ്ഞിരിക്കുന്ന സാധനമാണല്ലോ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ വെറ്റ് ബേസിന്റെ കേസിൽ വരുമ്പം നമ്മൾ എപ്പോഴും കാണുന്ന സാധനമാണെന്ന് വിചാരിക്കുക, ദാറ്റ് ഇസ് ലോസ് ഓഫ് ഡ്രൈ. ഓക്കെ, ലോസ് ഓഫ് ഡ്രൈയിങ്ങിന്റെ കേസ് വരുമ്പോൾ അവിടെ നമ്മൾ രണ്ടിലും നമ്മൾ മോയ്സ്ചർ ആദ്യം എടുക്കുന്നത് എത്രയാണ് വാട്ടർ എന്നുള്ളതാണ് കണ്ടന്റ് പ്രസന്റ് ആയിരിക്കുന്നത്. പക്ഷേ താഴത്തത് നമ്മൾ ഡിനോമിനേറ്ററിലാണ് മാറ്റം വരുന്നത്. ലോസ് ഓഫ് ഡ്രൈയിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ വെറ്റ് സാമ്പിളിന്റെ വെയിറ്റ്, ആദ്യം നമ്മൾ എടുക്കുന്ന ഇനീഷ്യൽ വെയിറ്റ്. ഓക്കെ, മോയ്സ്ചർ കണ്ടന്റിലേക്ക് പോകുമ്പോൾ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ്. ഓക്കെ, സോ അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു രണ്ട് രീതിയിലുള്ള മാറ്റം കാരണമാണ് ലോസ് ഓഫ് ഡ്രൈയിങ്ങും മോയ്സ്ചർ കണ്ടന്റും.
ഓക്കെ, അങ്ങനെ 2 രീതിയിലാണ് വരുന്നത് പെർസെന്റേജ് ലോസ് ഓഫ് ഡ്രൈയിങ്. അത് വേണമെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തു, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കാം. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്നത് ഈ മോയ്സ്ചർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വെറ്റ് വെയിറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും നിങ്ങൾ എഴുതുക? വെറ്റ് വെയിറ്റ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ പറയൂ. Loss of drying. ലോസ് ഓഫ് ഡ്രൈയിങ് അല്ലേ? ഓക്കെ, സോ അപ്പോൾ ലോസ് ഓഫ് ഡ്രൈയിങ് ആണ് വെറ്റ് വെയിറ്റ് ബേസിസ്. ഡ്രൈ വെയിറ്റ് ബേസിസ് വരുന്നത് മോയ്സ്ചർ. ഓക്കെ, പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ലോസ് ഓഫ് ഡ്രൈയിങ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുക. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഡ്രൈയിങ് എക്യുപ്മെന്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ പെർസെന്റേജ് മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ഗിവിംഗ് മോർ റിയലിസ്റ്റിക് വാല്യൂ ദാൻ ലോസ് ഓഫ് ഡ്രൈയിങ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഡ്രയർ ലോഡിംഗ് കപ്പാസിറ്റി. ഓക്കെ, സോ ഡ്രയർ ലോഡിംഗ് കപ്പാസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ പ്രിഫറൻസ് നമുക്ക് എക്യുപ്മെന്റ്സിന്റെ കേസിൽ വരുമ്പോൾ പെർസെന്റേജ് മോയ്സ്ചർ കണ്ടന്റ് ആണ്. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്യുന്നത് ലോസ് ഓഫ് ഡ്രൈയിങ്. ഓക്കെ, സോ അതും കൂടിയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. Then next moving on to 2 ടൈപ്പ് സോളിഡ്സ് ഉണ്ടല്ലേ, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. അവിടെ നമ്മുടെ ഡ്രൈയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് അമോർഫസ് സോളിഡ്സ് ആണോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണോ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നുക? അമോർഫസ് സോളിഡ്സ് ആണോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണോ ഡ്രൈയിങ്ങിന് എളുപ്പം എന്ന് തോന്നുക? ഇനിയിപ്പോ ആരും വേണ്ടില്ല, ഇവിടെ എഴുതിയിരിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നില്ലേ? അമോർഫസ് സോളിഡ്സ് ആണ് എളുപ്പവും തോന്നില്ലേ? അപ്പോ പക്ഷേ നേരെ തിരിച്ചാണ് കേട്ടോ. അമോർഫസ് സോളിഡ്സ് ഡിഫിക്കൽട്ട് ടു ഡ്രൈ ദാൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ആ ഒരു പോയിന്റ് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ്. സോ അമോർഫസ് സോളിഡ്സ് ആർ ഡിഫിക്കൽട്ട് ടു ഡ്രൈ ദാൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. തെറ്റാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. കാരണം അൻഹൈഡ്രസും അമോർഫസും തമ്മിൽ തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചിന്ത പോകാം. അപ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. അമോർഫസ് സോളിഡ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമോർഫസ് സോളിഡ്സിലാണ് നമ്മുടെ മോയ്സ്ചർ പ്രസന്റ് ആയിരിക്കുന്നത്. ഈ അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി സ്ട്രക്ചറിന്റെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ മോളിക്കുലർ സ്ട്രക്ചർ ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത് അമോർഫസ് സോളിഡ്സിൽ. അതായത് എൻട്രാപ്ഡ് ആയിട്ട് കാണുകയാണ്, അതായത് ബൗണ്ട് ഫോമിലാണ് അമോർഫസ് സോളിഡ്സിൽ കൂടുതലും വരിക. ബട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വേറൊരു പേരുകൂടി ഉണ്ട്. ഗ്രാനുലാർ സോളിഡ്സ് എന്ന് പറയുന്നതും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് കേട്ടോ. മേ ബി നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ ഗ്രാനുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടും പേര് ചോദിക്കാം. അപ്പോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അല്ലെങ്കിൽ ഗ്രാനുലാർ സോളിഡ്സ് എന്ന് പറയുന്നതിന്റെ കേസിൽ വരുമ്പോൾ അവിടെ വാട്ടർ എന്താണ്, ജസ്റ്റ് പോസിൽ കാണാം അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസിൽ കാണാം. ഓക്കെ, മോയ്സ്ചർ പ്രസന്റ് ആയിരിക്കുന്നത് പോസിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസിലോ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോയ്സ്ചർ റിമൂവ്ഡ് ആയി പോവാം. ഓക്കെ, സോ പക്ഷെ അപ്പുറത്തെ കേസ് വരുമ്പോൾ, അതായത് അമോർഫസ് സോളിഡ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇറ്റ് ഫോംസ് an integral part of the molecular structure or it gets entrapped in the molecular structure. Okay, so it is found to be difficult to be removed. Okay, അപ്പോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നേരത്തെ നമ്മൾ പഠിച്ച ഡ്രൈയിങ് റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഓർക്കാനുണ്ട്. മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി, കാണാതെ ഒന്നും പഠിക്കണ്ട. മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ പഠിച്ചാൽ തെറ്റിപ്പോവും. ഓക്കെ, സോ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ എന്താണ് റിമൂവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ ബൗണ്ട് മോയ്സ്ചർ പോവോ അൺബൗണ്ട് മോയ്സ്ചർ പോവോ? ഫ്രീ വാട്ടർ ആണോ പോകുന്നത്? അൺബൗണ്ട് അല്ലേ. അപ്പോ നമുക്ക് ഇവിടെ വാട്ടർ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ ക്രിസ്റ്റലൈനില്? അപ്പൊ നമുക്ക് ലോങ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് കിട്ടൂലേ, ഒരുപാട് സമയം നമുക്ക്. ബിക്കോസ് വാട്ടർ നമുക്ക് എങ്ങനെയാണ് നിൽക്കുന്നത് അതിലുള്ളത്, നമുക്ക് ലൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ആ കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പഠിക്കണേ, കാണാതെ പഠിക്കരുത്, തെറ്റിപ്പോവും. ലോങ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് അതുകൊണ്ട് അവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫോളിംഗ് റേറ്റ് പീരീഡിലേക്ക് വരുമ്പോൾ ഓൾറെഡി പെട്ടെന്ന് എല്ലാം റിമൂവ്ഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഷോർട്ടർ ആയിട്ട് തന്നെ ഫോളിംഗ് റേറ്റ് പീരീഡ് ഷോർട്ടർ ആയിരിക്കും. ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് EMC ഓൾമോസ്റ്റ് നമുക്ക് ഈക്വലന്റ് ടു 0യിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് ലൂസ്ലി ബൗണ്ട് ആണ്. അവിടെ ഇപ്പോൾ നമുക്ക് വേറെ മോയ്സ്ചർ അങ്ങനെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ല ആരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു 0 ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡ്രൈയിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത്.
ഓക്കെ. സോ ഡ്രൈയിങ്ങിന്റെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡ്രൈയിങ്ങിൽ ഓർക്കാനുള്ള പോയിന്റ്സ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വാട്ടർ ലൂസ് ആണെന്നുള്ളത് ഓർക്കാം. അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് റിമൂവ് ആവാൻ പറ്റും നോക്കാം. എന്നിട്ട് നമ്മുടെ ഡ്രൈയിങ് റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതിൽ എന്താണ് പെട്ടെന്ന് റിമൂവ് ആവാൻ പറ്റുന്നതാണ്. അതായത് ഒരുപാട് എമൗണ്ടിലും നമുക്ക് എങ്ങനെയാണ് നിൽക്കുന്നത്, ലൂസ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഗിവൺ ആസ് എ ലോങ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ്, ഷോർട്ട് falling rate period, and equivalent moisture content can be almost equivalent to 0. Okay. Coming on to amorphous solids. Amorphous solids like varumbo njan paranju, it's found to be somewhat a part of the structure itself. So it is entrapped in the structure. That means it's difficult to be removed, or it is not available to be removed easily. So what happens? Short constant rate period. Okay, short constant rate period. ഇനി falling rate period നമുക്ക് lengthier ആയിട്ടാണ് വരിക. അതിൽ തന്നെ ഫസ്റ്റ് falling rate period ഷോർട്ട് ആയിരിക്കും, കാരണം ഹൈലി ബൗണ്ട് ആണ്. സോ റിലേറ്റീവ്ലി ഷോർട്ട് ഫസ്റ്റ് falling rate period compared to second falling rate period. Okay, compared to second falling rate period, first falling rate period is relatively short because it is tightly bound. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് EMC, equilibrium moisture content, നമുക്ക് അങ്ങനെ സീറോയിലേക്ക് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് സംവാട്ട് ഇറ്റ് വിൽ ബി ഹയർ. ഓക്കെ, സോ ഇതാണ് അതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്നുള്ളതും കൂടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രയേഴ്സ് ആണ്. ഡ്രയേഴ്സിന്റെ കേസ് വരുമ്പോൾ ഓൾറെഡി നമുക്ക് വർക്കിംഗ് കാര്യങ്ങൾ ഒക്കെ മാഡത്തിന്റെ ബേസിക് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. ഇനി MCQസിൽ എന്തൊക്കെ ചോദിക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, സോ ഡ്രയേഴ്സിന്റെ കേസ് വരുമ്പോഴേ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത്, ഡ്രയർ നമുക്ക് അജിറ്റേഷൻ ഉള്ള ഡ്രയേഴ്സ് ഉണ്ടാവും, അജിറ്റേഷൻ ഇല്ലാത്ത ഡ്രയേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൽ ടോട്ടലി നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ്, നമ്മളിപ്പോ ഇവിടെ മൈക്രോവേവ് ഒന്നും പറയുന്നില്ല, അല്ലാതെ ഡ്രൈയിങ് എക്യുപ്മെന്റ്സിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ് വരും. അതിൽ സ്റ്റാറ്റിക് ബെഡ് ഡ്രയർ എന്ന് പറയുന്നതിൽ നമുക്ക് എന്താണ്, സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മൂവ്മെന്റ് ഇല്ല അല്ലെ. സോ എന്നത് തെറ്റിപ്പോയതാണ്, ഞാൻ ടൈപ്പ് ചെയ്തതിൽ മെറ്റീരിയൽസ് നോട്ട് അജിറ്റേറ്റഡ് ആണ് സ്റ്റാറ്റിക്കിന്റെ കേസ് വരുന്നത്, ആൻഡ് ഇത് മെറ്റീരിയൽസ് അജിറ്റേറ്റഡ് ആണ്. ഓക്കെ, കാരണം മൂവിങ് ആണ്. ഓക്കെ, സോ ഡ്രയറിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാറ്റിക് ബെഡ് ഡ്രയർ എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞു, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദെയർ അജിറ്റേഷൻ ഇസ് നോട്ട് റിക്വയർഡ് അല്ലെ. നമ്മൾ ആ ട്രേ ഡ്രയർ ഒക്കെ ഓർത്താൽ മതി, ആസ് എ ഹോൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ ബിറ്റ്വീൻ മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നില്ല. സോ സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സിൽ മെറ്റീരിയൽസ് നോട്ട് അജിറ്റേറ്റഡ്, ഫസ്റ്റ് പോയിന്റ് അത് ഓർക്കുക. ഇനി മെറ്റീരിയൽസ് അജിറ്റേറ്റഡ് ആയി പോകുന്നതാണ്. അജിറ്റേറ്റഡ് എന്ന് പറയുമ്പോൾ ടോട്ടലി ഇൻഡിവിജ്വലി പാർട്ടിക്കിൾസ് തമ്മിൽ മൂവ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ മെറ്റീരിയൽസ് അജിറ്റേറ്റഡിൽ വരുന്നതാണ് ബാക്കിയുള്ള 3 ടൈപ്പ്. ദാറ്റ് ഇസ് മൂവിംഗ് ബെഡ് ഡ്രയേഴ്സ്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയേഴ്സ് ആൻഡ് ന്യൂമാറ്റിക് ഡ്രയേഴ്സ്. ഇനി അടുത്തൊരു പോയിന്റ് കോമൺ ആയിട്ടുള്ളതാണ്, നമ്മൾ സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സിന്റെ ഏത് സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സ് ആയിട്ട് നോക്കിയാൽ നമുക്ക് ലോങ് ഡ്രൈയിങ് ടൈം, അതിന്റെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ലോങ് ഡ്രൈയിങ് ടൈം എന്നുള്ളത് കൂടിയിട്ട് ഓർക്കുക കേട്ടോ. ലോങ് ഡ്രൈയിങ് ടൈം അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി നമ്മുടെ സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സിന്റെ. ഓക്കെ, ഈ നമ്മൾ ബേസിക് നമ്മൾ എഴുതുന്നില്ലേ, അവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. ന്യൂമാറ്റിക് ഡ്രയറിന് ബാച്ച് ടൈപ്പ് ഇല്ല. ന്യൂമാറ്റിക് ഡ്രയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്. ന്യൂമാറ്റിക് ഡ്രയറിൽ വരുന്നത് ഏതാ? ഓക്കെ, സ്പ്രേ ഡ്രയർ ആണ് ന്യൂമാറ്റിക് ഡ്രയറിൽ വരുന്നത്. ഓക്കെ, അപ്പോ ന്യൂമാറ്റിക് ഡ്രയറിൽ എന്തേ ഉള്ളൂ, കണ്ടിന്യൂസ് ടൈപ്പ് ആണ്. അതിന് ബാച്ച് ടൈപ്പിൽ നമുക്ക് വരുന്നത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ എമൗണ്ടിലുള്ള മെറ്റീരിയൽസിന് നമുക്ക് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഹെൽപ്ഫുൾ ആണ് അല്ലെ. സോ ന്യൂമാറ്റിക് ഡ്രയേഴ്സ് എഫിഷ്യന്റ്, റാപ്പിഡ് ഡ്രൈയിങ്, അതേപോലെ തന്നെ കണ്ടിന്യൂസ്, ഇത് മൂന്നും അതിന്റെ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സിസ്റ്റം ആണ് ന്യൂമാറ്റിക് ഡ്രയർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സ്പ്രേ ഡ്രയർ. ഓക്കെ, നൗ മൂവിംഗ് ഓൺ ടു ദ സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സ്. സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ബാച്ച് ടൈപ്പും വരും, കണ്ടിന്യൂസ് ഉണ്ട്. ഓക്കെ, സോ ബാച്ച് ടൈപ്പിൽ വരുന്നതാണ് ട്രേ ഡ്രയർ. ട്രേ ഡ്രയറിന് മറ്റു കുറച്ച് പേരുകളുണ്ട്, അതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഷെൽഫ് ഡ്രയർ, ക്യാബിനറ്റ് ഡ്രയർ, കമ്പാർട്ട്മെന്റ് ഡ്രയർ, ഇതെല്ലാം ട്രേ ഡ്രയർ. ഓക്കെ, ട്രേ ഡ്രയർ ചിലപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള പേരിൽ തന്നെ ചോദിക്കണം എന്നില്ല, മേ ബി കമ്പാർട്ട്മെന്റ് ഡ്രയർ എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കുക, ട്രേ ഡ്രയറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്, ഷെൽഫ് ഡ്രയർ, ക്യാബിനറ്റ് ഡ്രയർ, കമ്പാർട്ട്മെന്റ് ഡ്രയർ. ഓക്കെ, നമ്മൾ ആ കോമൺ ആയിട്ട് എഴുതിയ ടേബിളില് ഒരു കാര്യവും കൂടി കോമൺ ആയിട്ട് നോട്ട് ചെയ്തോ, സ്റ്റാറ്റിക് ബെഡ് ഡ്രയറിൽ അട്രീഷൻ വരില്ല. ഓക്കെ, സ്റ്റാറ്റിക് ബെഡ് ഡ്രയേഴ്സിൽ അട്രീഷൻ വരില്ല, കാരണം തമ്മിൽ തട്ടുന്നില്ല, തട്ടിയാലല്ലേ ഉരസി ചെറിയ പ്രോഡക്ട്സ് ഫോം ചെയ്യുള്ളൂ. സോ അട്രീഷൻ ഇല്ല. പിന്നെ മൂവിംഗ് ബെഡ് ഡ്രയറിലും ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിലും അട്രീഷൻ പോസിബിൾ ആണ് അല്ലേ, കാരണം മൂവിംഗ് ബെഡ് ആണ്. സോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് തമ്മിൽ
ഉരസിയിട്ട് എന്ത് ചെയ്യാം, അട്രീഷൻ നടക്കാം. സോ മൂവിംഗ് ബെഡ് റയറിലും ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റയറിലും അട്രീഷൻ പോസിബിൾ ആണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദയർ ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് ബെഡ് റയർ. ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്തേക്കണേ. ഇനി എഫിഷ്യന്റ്, റാപ്പിഡ് ഡ്രൈയിങ്, കണ്ടിന്യൂസ് ഡ്രൈയിങ്, ഇതൊക്കെ ആർക്കാണ് വരുന്നത്? കണ്ടിന്യൂസ് ഓൺലി ഡ്രൈയിങ് ആർക്കാണ് വരുന്നത്? ന്യൂമാറ്റിക്. അതും ആ ടോട്ടൽ ക്ലാസിഫിക്കേഷന്റെ അവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ, പെട്ടെന്ന് നമുക്ക് നോക്കാനായിട്ട് സഹായിക്കും. ഇപ്പൊ സ്റ്റാറ്റിക് ബെഡ് റയറിന്റെ കേസിലേക്ക് വരുമ്പോൾ അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രേഡ് റയർ. ട്രേഡ് റയറിന്റെ കേസിൽ നിങ്ങൾക്ക് 3 പേരുകൾ ഉണ്ടായിരുന്നു: ഷെൽഫ്, കമ്പാർട്ട്മെന്റ്, ക്യാബിനറ്റ്. പിന്നെ റയറിന്റെ ഹീറ്റ് പ്രിൻസിപ്പിൾ, ഹീറ്റ് ട്രാൻസ്ഫർ പ്രിൻസിപ്പിള് കൺവെക്ഷൻ ആണ്. അതായത് നമ്മൾ ആ ഹോട്ട് എയർ സപ്ലൈ ചെയ്തിട്ട് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അത് 2 രീതിയിൽ വരാം. ഒന്ന് ഡയറക്റ്റ്, മറ്റൊന്ന് അതായത് ട്രേഡ് റയർ 2 ടൈപ്പിൽ വരാം. ട്രേഡ് റയർ, ഡയറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് റയർ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അക്കംപ്ലിഷ് ചെയ്യുന്നു ബൈ വാട്ടർ, ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഹീറ്റഡ് എയർ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവെക്ഷൻ. ഓക്കെ, സോ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഉണ്ടല്ലേ, അപ്പൊ അവിടെ നമുക്ക് കൺവെക്ഷൻ ആണ്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് ട്രേഡ് റയറിന്റെ മെക്കാനിസം. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് താഴെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വാക്യൂം ഷെൽഫ് ഡ്രയർ. എന്താണ് വാക്യൂം ഷെൽഫ് ഡ്രയർ? ഷെൽഫ് ഡ്രയർ എന്താണ്? ട്രേഡ് റയർ. അപ്പോ വാക്യൂമിന്റെ ആപ്ലിക്കേഷനോട് കൂടിയുള്ള ഷെൽഫ് ഡ്രയറിനെയാണ് അഥവാ ട്രേഡ് റയറിനെയാണ് വാക്യൂം ഷെൽഫ് ഡ്രയർ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി ആൻ ഇൻഡയറക്ട് ടൈപ്പ് ഓഫ് ട്രേഡ് റയർ എന്ന് പറയാം. ഓക്കെ, സോ വാക്യൂം ആപ്ലിക്കേഷൻ. ഓക്കെ, സോ വാക്യൂം ട്രേഡ് റയർ എന്ന് പറയാം, വാക്യൂം ഷെൽഫ് ഡ്രയർ എന്ന് പറയാം. അതിന്റെ ഉപയോഗം എന്തായിരിക്കും? വാക്യൂം അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും അല്ലെ? അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അഥവാ തെർമോലബൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാക്യൂം ഷെൽഫ് ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വാക്യൂം ഷെൽഫ് ഡ്രയർ ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ, ചിലപ്പോൾ നമുക്ക് എടുത്ത് ചോദിക്കാം കേട്ടോ, പെൻസിലിൻ പ്രിപ്പറേഷൻ. ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെൻസിലിൻ പ്രിപ്പറേഷൻ്റെ ഏത് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് തെർമോലബൈൽ ആണെന്നുള്ളത് ഒരു കൺസെപ്റ്റ് വെച്ചിട്ടേ അത് എഴുതാൻ പറ്റുള്ളൂ. സോ വാക്യൂം ഷെൽഫ് ഡ്രയർ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ വേണമെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം അത് ആൻസർ ചെയ്യാനായിട്ട്. പെൻസിലിൻ പ്രിപ്പറേഷൻ, വൈറ്റമിൻസ്, ഹീറ്റ് സെൻസിറ്റീവ് പ്രോഡക്ട്സ്, തെർമോലബൈൽ. ഓക്കെ, അത് എക്സ്പെൻസീവ് ആണ്, ബട്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ഓർഡർ ടു ലോ ദ ടെമ്പറേച്ചർ ഇൻ കേസ് ഓഫ് തെർമോലബൈൽ മെറ്റീരിയൽസ്. അതേപോലെ തന്നെ അതിന് 2 വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള സോൾവെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോൾവെന്റ് റിക്കവറി ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കും ഈ വാക്യൂം ഷെൽഫ് ഡ്രയർ. ഓക്കെ, സോ റിക്കവറി ഓഫ് സോൾവെന്റ് റിക്കവറി. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ആപ്ലിക്കേഷൻ വാക്യൂം ഷെൽഫ് ഡ്രയറിന് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്തനോൾ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യില്ലേ, അപ്പൊ അവിടെ എന്തായാലും അത് വേപ്പറൈസ് ചെയ്ത് പോകും, ബട്ട് കംപ്ലീറ്റ്ലി വേപ്പറൈസ് ചെയ്യാത്ത കേസസ് ഉണ്ടാവും. അതായത് ലോ റെസിഡ്യുവൽ സോൾവെന്റ് റിമൈൻ ചെയ്യുന്ന കേസസ് ഉണ്ടാവും. അവിടെയും നമുക്ക് ഈ വാക്യൂം ഷെൽഫ് ഡ്രയർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ 3 പോയിന്റ്സ് ഓർക്കുക. വാക്യൂം ഷെൽഫ് ഡ്രയർ, ഒന്ന് തെർമോലബൈൽ മെറ്റീരിയൽസ് അഥവാ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസ്, വേണമെങ്കിൽ എടുത്ത് പറഞ്ഞിട്ട് സെൻസിറ്റീവ് ആയ മെറ്റീരിയൽസ് പറഞ്ഞും ചോദിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് സോൾവെന്റ് റിക്കവറി. ഇനി നെക്സ്റ്റ് വരുന്നത് റെസിഡ്യുവൽ, അതായത് എക്സ്ട്രീംലി ലോ റെസിഡ്യുവൽ സോൾവെന്റ് ലെവലുള്ള കണ്ടീഷൻസിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വാക്യൂം ഷെൽഫ് ഡ്രയർ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ട്രേഡ് ഡ്രൈയിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം, മെക്കാനിസം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. ട്രേഡ് ഡ്രൈയിങ്ങിന്റെ കേസ് വരുമ്പോഴത്തേക്കും യൂസസിന്റെ കേസിൽ ഓർക്കുക, നമ്മൾ സാധാരണ ടാബ്ലറ്റിന്റെ ഗ്രാന്യൂൾസ് ഒക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി ട്രേഡ് ഡ്രയർ യൂസ് ചെയ്യാം, പൗഡേഴ്സ്, കെമിക്കൽസ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാലോ. പിന്നെ സ്റ്റിക്കി മെറ്റീരിയൽസിനും യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റിക്കി മെറ്റീരിയൽസിന്റെ കേസിലും ട്രേഡ് ഡ്രയർ യൂസ് ചെയ്യാന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, അല്ലെ? ബാച്ചാണ്. അപ്പോ ഇനി ഈ ബാച്ചിൽ തന്നെ നമ്മൾ ട്രേഡ് ഡ്രയറിൽ 2 വീൽസും കൂടി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ട്രക്ക് ഡ്രയറായി. ഓക്കെ, സോ ട്രേസിൽ തന്നെ ട്രേസ് ആർ ലോഡഡ് ട്രക്സ് ആയിട്ട് മാറ്റുവാണ്. അതായത് വീൽ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രക്ക് ഡ്രയർ എന്ന് പറയുന്നത്. അപ്പൊ അതും ബാച്ചായി. ഓക്കെ, ഇനി ഈ ട്രേഡ് തന്നെ കണ്ടിന്യൂസ് ഫോമിലേക്ക് വരുമ്പോഴുള്ള 2 സാധനങ്ങളാണ് നമുക്ക് ടണൽ ഡ്രയർ. ഓക്കെ, സോ ടണൽ ഡ്രയറും കൺവെയർ ഡ്രയറും, അതായത് നമ്മുടെ ട്രേഡ് ഡ്രയറിന്റെ തന്നെ കണ്ടിന്യൂസ്. ഓക്കെ, കണ്ടിന്യൂസ് ഫോമിലേക്ക് വരുമ്പോൾ അത് വരുന്നതാണ് എന്ത്? ടണൽ ഡ്രയർ, കൺവെയർ ഡ്രയർ. അപ്പൊ അത് ഓർക്കുക കേട്ടോ, ടണൽ ഡ്രയർ, കൺവെയർ ഡ്രയർ. അപ്പൊ അത് സ്റ്റാറ്റിക് ആണോ ഡ്രയർ? അതെ. അപ്പൊ പല രീതിയിൽ ചോദിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് എക്സാമ്പിൾ ചോദിക്കാം,
സ്റ്റാറ്റിക് എക്സാമ്പിൾ ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, സ്റ്റാറ്റിക്, ഡ്രൈ ഡ്രയർ, അതിന്റെ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടണൽ ഡ്രയറിന്റെ കേസ് വരുമ്പോൾ ഒരു സെമി കണ്ടിന്യൂസും കൺവെയർ ആകുമ്പോൾ ഹൈലി കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. കണ്ടിന്യൂസ് ഇതിലേക്കാണ് വരുന്നതെന്നുള്ള ഓർക്കുക. പിന്നെ ടണൽ ഡ്രയർ വരുമ്പോൾ അപ്പുറത്ത് നമുക്ക് ഡ്രൈ ഡ്രയറിൽ കൺവെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ടണൽ ഡ്രയറിലേക്ക് വരുമ്പോൾ കൺവെക്ഷനും റേഡിയേഷനും ഉണ്ട് കേട്ടോ. കൺവെക്ഷനും റേഡിയേഷനും പ്രിൻസിപ്പൾ ആയിട്ട് വരുന്നുള്ള പോയിന്റ് ഓർക്കുക. അപ്പം സ്വാഭാവികമായിട്ടും കൺവെയറിലും അത് വരും. കൺവെയറിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആ ഒരു ട്രൂലി കണ്ടിന്യൂസ് നേച്ചറിലേക്ക് വരുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നു. ഓക്കെ, ഡ്രൈ ഡ്രയർ ഡിഫറെന്റ് പേരുകൾ, പിന്നെ മെക്കാനിസം, യൂസ്, പിന്നെ അതിൽ വീല്, പിന്നെ കണ്ടിന്യൂസ് ഏതൊക്കെ. ഓക്കെ, പിന്നെ വാക്യൂം അപ്ലൈ ചെയ്യുമ്പോൾ വാക്യൂം ഷെൽഫ് ഡ്രയർ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ഫ്രീസ് ഡ്രയർ. ഫ്രീസ് ഡ്രയർ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. ഫ്രീസ് ഡ്രയറിന്റെ മറ്റു പേരുകൾ അല്ലെങ്കിൽ ലയോഫിലൈസർ എന്ന് പറയാം. അപ്പോൾ അതിന്റെ നടക്കുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്നല്ല, പേര് എന്തൊക്കെയായിരിക്കും? ലയോഫിലൈസേഷൻ, ജെൽസിക്കേഷൻ, ഡ്രൈയിങ് ബൈ സബ്ലിമേഷൻ. അപ്പോൾ പ്രിൻസിപ്പിൾ ഇത് ഉള്ളത് ഏതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം ഡ്രയർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി വാട്ട്? ഫ്രീസ് ഡ്രയർ. ഓക്കെ, ബാച്ച് ആണെന്നുള്ളത് ഓർക്കണേ. ഫ്രീസ് ഡ്രയർ ബാച്ച് ആണ്, കണ്ടിന്യൂസിന്റേതല്ല. ഫ്രീസ് ഡ്രയറിന്റെ കേസ് വരുമ്പോൾ അത് ഒരു പോയിന്റ് ഓർക്കുക കേട്ടോ. കാരണം താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റാറ്റിക് ബെഡ് ടൈപ്പില് ഇത് ബാച്ച് ചെയ്താന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഫ്രീസ് ഡ്രയർ ബാച്ച് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ ഹീറ്റിന്റെ മെക്കാനിസം, അത് എന്താ വരാ? കണ്ടക്ഷൻ ഓർ റേഡിയേഷൻ ഓർ ബോത്ത്. ഓക്കെ, സോ ഹീറ്റ് പ്രൊവൈഡഡ് ബൈ കണ്ടക്ഷൻ ഓർ റേഡിയേഷൻ ഓർ ബോത്ത്, അതാണ് പ്രിൻസിപ്പൽ മെക്കാനിസം വരുന്നത്. ഓക്കെ, സോ പിന്നെ നമുക്കത് ഡിഫറെന്റ് സ്റ്റേജസിലാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ലിമേഷൻ ആണ് പ്രിൻസിപ്പിൾ എന്നുള്ള ഫസ്റ്റ് പോയിന്റ് ഓർക്കുക. ഇനി ഫസ്റ്റ് ഓർക്കുക, നമ്മൾ എന്താണ്? ഫ്രീസ് ഡ്രൈയിങ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മോയ്സ്ചറിനെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ മോയ്സ്ചറിനെ ഡ്രൈ ചെയ്ത് മാറ്റുന്നു. പക്ഷേ ഡ്രൈ ചെയ്ത് മാറ്റുമ്പോൾ മോയ്സ്ചർ എന്താവുന്നില്ല? liquid ആവുന്നില്ല. Okay, directly going as a vapor. So that is why the principle is sublimation. Okay, so the material to be dried is first frozen, then subjected under high vacuum to heat. So the material gets water, the frozen will be subliming. Frozen moisture will be subliming and leaving behind the solid material. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? ഒരു ടോട്ടലി പറയാനാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയാണ് ഉള്ളത്. ഇനി അവിടെ അപ്പൊ നമ്മൾ ഇത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറൈൽ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഫ്രീസ് ഡ്രൈ അല്ലെ? ഫ്രീസ് ഡ്രൈഡ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അറിയാം. സോ സ്റ്റെറൈൽ പ്രൊഡക്ട്സിന്റെ കേസിൽ മേ ബി നമുക്ക് എടുത്ത് പറഞ്ഞ് ചോദിക്കാം. ബ്ലഡ് സെറം, അങ്ങനെ വാക്സിൻസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചിലപ്പം ചോദിക്കാം. അപ്പോൾ ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ കേസ് അതന്നെയാണെന്നുള്ളത് ഓർക്കുക. ബാക്ടീരിയൽ കൾച്ചർ ഫ്രീസ് ഡ്രൈയിങ് വഴി ഡ്രൈ ചെയ്യുന്നുണ്ട്. ഹോർമോൺസ്, ആന്റിബയോട്ടിക്സ്, പ്ലാസ്മ, ബ്ലഡ് സെറം, ബാക്ടീരിയൽ കൾച്ചർ, വാക്സിൻസ്, സ്റ്റെറൈൽ പ്രോഡക്ട്സ് ടോട്ടലി. ദെൻ ഇതേപോലെ തന്നെ നമ്മൾ ഫുഡ് സ്റ്റഫുകളും നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാം ഫ്രീസ് ഡ്രൈയിങ് വഴി. ഓക്കെ, മെനി ഫുഡ് സ്റ്റഫ്സ് ആർ ഡീഹൈഡ്രേറ്റഡ് ബൈ ഫ്രീസ് ഡ്രൈയിങ്. അപ്പൊ അത് ആപ്ലിക്കേഷനായി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയാലോ. ഫ്രീസ് ഡ്രൈഡ് പ്രോഡക്റ്റ്, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്ട്സ്, അതും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഫ്രീസ് ഡ്രയറിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ, സോ അതും ഓർക്കുക. ഇനി നമ്മൾ ആ സബ്ലിമേഷൻ നടക്കുമെന്ന് പറഞ്ഞില്ലേ? മോയ്സ്ചർ സബ്ലൈം ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. ആ സബ്ലിമേഷൻ ഏത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ളത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം സാധാരണഗതിയിൽ വാട്ടർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്ലിമേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് ബിലോ ദാറ്റ് ഓഫ് ദ ട്രിപ്പിൾ പോയിന്റ് ആണ്. എന്താ ട്രിപ്പിൾ പോയിന്റ്? ട്രിപ്പിൾ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചറും പ്രഷറും ട്രിപ്പിൾ പോയിന്റിൻ്റെ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വാട്ടർ 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സബ്ലൈം ചെയ്യണം. ഓക്കെ, സോ ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്, അത് വാട്ടറിന്റെ കേസിൽ. പക്ഷെ നമ്മളിവിടെ സോളിഡ്സിന്റെ കേസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ മാത്രമല്ല അല്ലേ? അപ്പോൾ ഡിസോൾവ്ഡ് സോളിഡ്സും കൂടിയുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്യോർ വാട്ടറിന്റെ കാര്യങ്ങളായിരിക്കില്ല വരിക. സോ വി വിൽ ബി കൺസിഡറിങ് ദാറ്റ് sublimation takes place അല്ലെങ്കിൽ freeze drying is carried out at temperature and pressure below the eutectic point. Okay, below the eutectic point. Okay, freeze drying and carried out at a temperature and pressure below the eutectic point. അപ്പോൾ eutectic point എന്ന് പറയുമ്പോൾ അറിയാലോ, മെൽറ്റിംഗ് പോയിന്റിനേക്കാളും താഴത്തെ ടെമ്പറേച്ചർ ആണ്. സോ വാട്ട് ഹാപ്പൻസ്? മെൽറ്റ് ആവുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്? നമുക്ക് ആ ഫ്രോസൺ നേരെ ഇതിലേക്ക് വേപ്പറിലേക്ക് പോകുന്നു. ഓക്കെ, സോ
അതാണ് യൂഡരിക് പോയിന്റിന്റെ ബിലോ ആണ് എന്നുള്ളത് ഓർക്കുക. വാട്ടർ പ്യൂർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ട്രിപ്പിൾ പോയിന്റിന്റെ താഴെയാണ് എന്നുള്ളത്. ആ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറും കൂടി വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. അത് നമ്മൾ അല്ലാതെ ഫിസിക്കൽ ഫാർമസിയിലൊക്കെ വരുന്നതാണ്. പല വാല്യൂസ് ഉണ്ട്, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പോയിന്റ് യൂണിറ്റ് മാറുന്ന അനുസരിച്ചിട്ട് മാറുന്നുണ്ട് പ്രഷർ. ജസ്റ്റ് ഒന്ന് മില്ലിമീറ്റർ മെർക്കുറിയിൽ ഒന്ന് നോട്ട് ചെയ്തോ. 4.58 മില്ലിമീറ്റർ മെർക്കുറി ആണ് ട്രിപ്പിൾ പോയിന്റ് പ്രഷറിൻ്റെത് വരുന്നത്. 4.58, അത് ചിലപ്പോൾ 4.579 അങ്ങനെയൊക്കെ വരാം കേട്ടോ. 4.579 അല്ലെങ്കിൽ 4.58 മില്ലിമീറ്റർ മെർക്കുറി. പ്രഷർ, ടെമ്പറേച്ചർ 0.01 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ 0.01 ഡിഗ്രി സെൽഷ്യസ്. 0.01 ഡിഗ്രി സെൽഷ്യസിന് തന്നെ 0.0099 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ഓക്കെ, 0.0099 ഡിഗ്രി സെൽഷ്യസ്. തെറ്റിക്കാം കേട്ടോ, 0.09 ഇടാം. 0.01 എന്നുള്ള ഓർമ്മയിൽ കയറി 0.09 എടുക്കരുത്. 0.0099 വരും, എന്നാലേ നമുക്കത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, 0.0 അല്ലെങ്കിൽ 0.01 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ കെൽവിനിൽ പറയുകയാണെങ്കിൽ 273.16 കെൽവിൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സോ ട്രിപ്പിൾ പോയിന്റിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആ ടെമ്പറേച്ചറും പ്രഷറും കൂടിയിട്ടൊന്ന് ഓർത്ത് വെക്കുക. 4.58 പ്രഷർ മില്ലിമീറ്റർ മെർക്കുറിയിലാണ് പറയുന്നത്. പാസ്കലിലേക്കൊക്കെ വരുമ്പോൾ വാല്യൂടെ ഡിഫറൻസ് ഉണ്ട്. മില്ലിമീറ്റർ മെർക്കുറിയിൽ 4.58. ടെമ്പറേച്ചറിന്റെ കേസ് വരുമ്പോഴത്തേക്കും 0.01 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0.0099 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. കെൽവിനിലേക്ക് വരുമ്പോൾ 273.16 കെൽവിൻ. ഓക്കെ, നമുക്ക് സോൾവെന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിന്റെ ഈച്ച് സൊല്യൂട്ടിന്റെ പ്രസൻസ് വരുമ്പോൾ ഈ ട്രിപ്പിൾ പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, യൂഡരിക് പോയിന്റ് ആണ് നമ്മൾ മെറ്റീരിയൽസിൽ കൺസിഡർ ചെയ്യാന്നുള്ളത് ഓർക്കുക. സോ ഇറ്റ് ഇസ് ഫ്രീസ് ഡ്രൈയിങ് ഇസ് കാരിഡ് ഔട്ട് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ യൂഡരിക് പോയിന്റ്. ഓക്കെ, ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ കേസ് വരുമ്പോൾ അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞു, കണ്ടക്ഷൻ, റേഡിയേഷൻ ഓർ ബോത്ത്. ഓക്കെ, അതും നോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇങ്ങനെ ഫ്രോസൺ ചെയ്ത് പോയ നമ്മൾ പറഞ്ഞു സോളിഡിൽ നിന്ന് നേരെ വേപ്പറിലേക്ക് എത്തിയെന്ന്. ഈ വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യണ്ടേ? അങ്ങനെ റിമൂവ് ചെയ്യുന്നതിന് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ ആണ് നമ്മൾ യൂഷ്വലി ഇങ്ങനെ റിമൂവ്, പക്ഷേ മോയ്സ്ചർ നമുക്ക് വാട്ടർ വേപ്പറായി. ഇനി ആ വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യണ്ടേ? ആ വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം, കണ്ടൻസർ യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടൻസേഷൻ അല്ലേ നമ്മൾ സാധാരണ ഡിസ്റ്റിലേഷനിലൊക്കെ പറയുന്നില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പേപ്പറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കണ്ടൻസേഷൻ യൂസ് ചെയ്യാം. സോ കണ്ടൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് അസറ്റോൺ ഓർ എത്തനോൾ. സോ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് സ്ലറീഡ് വിത്ത് അസറ്റോൺ ഓർ എത്തനോൾ ആണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസർ. അല്ലാതെ രണ്ട് മെത്തേഡ്സ് അല്ലാതെയും കൂടിയിട്ടുണ്ട്. ഡെസിക്കൻസും യൂസ് ചെയ്യാം. ഡെസിക്കൻസ് യൂസ് ചെയ്തും ആ വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ പമ്പ്സ് യൂസ് ചെയ്തും റിമൂവ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ 3 മെത്തേഡ്സിൽ നമുക്ക് ഫ്രീസ് ഡ്രൈയിങ് വഴി വന്ന വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യാം. ഓക്കെ, എങ്ങനെ? ഒന്ന് കണ്ടൻസേഷൻ. കണ്ടൻസേഷന് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് സ്ലറീഡ് വിത്ത് അസറ്റോൺ ഓർ എത്തനോൾ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെസിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് പമ്പ് യൂസ് ചെയ്യും. നമ്മൾ ആദ്യം പ്രീ ഫ്രീസിങ് ചെയ്യില്ലേ, അതായത് നമ്മുടെ സബ്ലിമേഷൻ അഥവാ പ്രൈമറി ഡ്രൈയിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ മെറ്റീരിയൽ പ്രീ ഫ്രീസിങ് ചെയ്യും. അതിന്റെ ടെമ്പറേച്ചർ ഓർത്ത് വെക്കണം കേട്ടോ. ടെമ്പറേച്ചർ നമ്മൾ പ്രീ ഫ്രീസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ഫ്രോസൺ അറ്റ് ടെമ്പറേച്ചർ ബിലോ -20 ഡിഗ്രി, ബിലോ ഓർ അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ്. അതായത് താഴത്തേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ബിലോ ഓർ അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ്. താഴത്തേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ -50 വരെ. ഓക്കെ, -50 വരെ. മുകളിലേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ അത് -50 മുതൽ -20 വരെ. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചറിലാണ് പ്രീ ഫ്രീസിങ് നടക്കുക. ഓക്കെ, സോ -50 to -20 ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പം ബിലോ ഓർ അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഓർത്താലും മതി. പ്രീ ഫ്രീസിങ് എന്തിനാന്നുള്ളതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്തു. ടു അവോയ്ഡ് ഫോമിങ്. ഓക്കെ, FOAMING. ഫോമിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ഫ്രീസിങ് ചെയ്യുന്നത്. മെറ്റീരിയൽ ബിലോ ഓർ അറ്റ് -20 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത് ഫ്രോസൺ. പിന്നെ വാക്യൂം അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്നറിയാലോ, പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റോട്ടറി പമ്പോ ഇജക്ടർ പമ്പോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം വാക്യൂം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത മെയിൻ സ്റ്റെപ്പാണ് സബ്ലിമേഷൻ അല്ലെ. സബ്ലിമേഷൻ നടക്കുന്നതാണ് പ്രൈമറി ഡ്രൈയിങ് സ്റ്റേജിലാണ് സബ്ലിമേഷൻ നടക്കുക. അൺബൗണ്ട് വാട്ടർ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. പ്രൈമറി ഡ്രൈയിങ്ങിൽ റിമൂവ് ആവുന്നത് അൺബൗണ്ട് വാട്ടർ ആണ് അല്ലേ. എളുപ്പത്തിൽ നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഫ്രോസൺ ചെയ്യുന്നു. നമ്മുടെ അവിടെയുള്ള മെറ്റീരിയൽ സർഫസിലും ലൂസ് ആയിട്ടുള്ളതും ഒക്കെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നു.
So that gets what? Removed at a temperature and pressure below Udetic point. Okay. So അതാണ് primary drying. ഇനി നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സബ്ലിമേഷൻ. അപ്പൊ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അതായത് പ്രൈമറി ഡ്രൈയിങ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ പ്രഷർ ബിലോ യൂഡഡിക് പോയിന്റ് ആണെന്നൊക്കെ ഉള്ളതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സബ്ലിമേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവലിലും ചോദിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി ഡ്രൈയിങ്. സെക്കൻഡറി ഡ്രൈയിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ റെസിഡ്യുവൽ ആയിട്ട്, അതായത് ഇനിയും എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് പോകുന്നതും അതേപോലെ തന്നെ ബൗണ്ട് മോയ്സ്ചർ പോകുന്നതും സെക്കൻഡറി. ഓക്കെ. സോ സെക്കൻഡറി ഡ്രൈയിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പോകുന്നുണ്ട്? റിമൂവ് ബൗണ്ട് മോയ്സ്ചർ ആസ് വെൽ ആസ് ദ ട്രേസസ് ഓഫ് വാട്ടർ ലെഫ്റ്റ് ആഫ്റ്റർ പ്രൈമറി ഡ്രൈയിങ്. അതേപോലെ തന്നെ ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും കേട്ടോ. ഹൈ ടെമ്പറേച്ചറിലായിരിക്കും, അല്ലെങ്കിൽ ഡെസിക്കൻസി യൂസ് ചെയ്തും നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Finally, the product has a tendency to undergo oxidation, so it has to be packed in what inert gas. അതറിയാലോ, സാധാരണ നമ്മൾ ആംബ്യൂളിന്റെ ഒക്കെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്സിഡേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആംബ്യൂൾ അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ പറയുന്നത് എല്ലാം മോയ്സ്ചറിന്റെ കേസാണ് അല്ലേ. നോൺ അക്വസ് സോൾവെന്റ്, അതായത് അക്വസിന്റെ നേച്ചറിൽ ഇതൊക്കെ പറ്റും, പക്ഷെ നോൺ അക്വസ് സോൾവെന്റിന്റെ കേസ് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഡോപ്റ്റ് ദിസ് മെത്തേഡ് ഫോർ സൊല്യൂഷൻസ് കണ്ടെയ്നിങ് നോൺ അക്വസ് ഡ്രയർ. ഡ്രം ഡ്രയറിന്റെ കേസ് വരുമ്പോഴേ ചില ടെക്സ്റ്റ് ബുക്സിൽ അത് സ്റ്റാറ്റിക് ഡ്രയറിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് സ്റ്റാറ്റിക്കിൽ വരില്ല, ബിക്കോസ് നമുക്ക് ഡ്രം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മൂവിംഗ് ബെഡ് ഡ്രയറിൽ തന്നെ വരുള്ളൂ കേട്ടോ. ചില ടെക്സ്റ്റിൽ അത് സ്റ്റാറ്റിക്കിന്റെ അണ്ടറിൽ കാണുന്നുണ്ട്, ബട്ട് അത് വരില്ല. സോ ഡ്രം ഡ്രയർ, അതിന്റെ പേരെന്തൊക്കെ വരാം? റോളർ ഡ്രയർ എന്ന് പറയാം, ഫിലിം ഡ്രം ഡ്രയർ എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും? അത് മെക്കാനിസം, വർക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഫോളോ ചെയ്തെടുത്താൽ മതി. പിന്നെ അവിടെ ഓർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രം ഡ്രയറിലേക്ക് വരുമ്പോഴത്തേക്കും അത് മൂവിംഗ് ബെഡ് ഡ്രയർ ആയി. അപ്പൊ നമുക്ക് എന്തായി? ഷോർട്ട് ഡ്രൈയിങ് ടൈം മതി അല്ലെ. മറ്റത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ഡ്രൈയിങ് ടൈം ആണ്, അല്ലെങ്കിൽ ഷോർട്ട് കോണ്ടാക്ട് ടൈം ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൊല്യൂഷൻ, സസ്പെൻഷൻസ് ഇതിനെയൊക്കെ ഡ്രൈ ചെയ്യാനായിട്ട് ഡ്രം ഡ്രയർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഡ്രം ഡ്രയർ ഹെൽപ്പ് ചെയ്യും. സൊല്യൂഷൻ, സസ്പെൻഷൻ ഫോമിനെയൊക്കെ ഡ്രൈ ചെയ്യാനായിട്ട് സഹായിക്കും. ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് കോണ്ടാക്ട് ടൈം വരുന്നത്. ഓക്കെ. ഡ്രൈയിങ് ടൈം ലെസ് ആണ്, ഷോർട്ട് കോണ്ടാക്ട് ടൈം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തെർമോ ലബൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസിനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. തെർമോ ലബൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഡ്രം ഡ്രയർ യൂസ്ഫുൾ ആണ്. ഡ്രൈയിങ് ടൈം ഇസ് ലെസ്. ഡ്രൈയിങ് ടൈം ലെസ് ആണെന്നുള്ളത് ഓർക്കുക. ആൻഡ് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഡ്രം ഡ്രൈ. ഓക്കെ. ലെസ് സോളബിലിറ്റി ഉള്ള സൊല്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സൊല്യൂഷൻസ് ഓഫ് സോൾട്ട്സ് വിത്ത് ലെസ് സോളബിലിറ്റി. നമ്മൾ പറഞ്ഞു സസ്പെൻഷൻ സൊല്യൂഷൻ എന്നൊക്കെ. അപ്പൊ ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈയിങ് ആണ് സിങ്ക് ഓക്സൈഡ് സസ്പെൻഷന്റെ ഡ്രൈയിങ്ങും കാവോലിന്റെ ഡ്രൈയിങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ PSC എടുത്തു ചോദിക്കാറുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കണേ. അങ്ങനെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡ്രം ഡ്രൈയിങ്ങിന്റെ കേസ് വരുമ്പോൾ ഡ്രൈയിങ് ഓഫ് കാവോലിൻ, ഡ്രൈയിങ് ഓഫ് സിങ്ക് ഓക്സൈഡ് സസ്പെൻഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഡ്രം ഡ്രൈയിങ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സിങ്ക് ഓക്സൈഡ് സസ്പെൻഷൻ, അതേപോലെ തന്നെ കാവോലിൻ. ഓക്കെ. ഡ്രം ഡ്രൈ, അത് എക്സാമ്പിൾ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അത് വരുന്നത് മൂവിംഗ് ബെഡ് ഡ്രയറിൽ നമുക്ക് വാക്യൂം ഡ്രയറിന്റെ കേസ് നോക്കുക. ഓക്കെ. വാക്യൂം ഡ്രയർ അഥവാ വാക്യൂം ടംബിൾ ഡ്രയർ, വാക്യൂം ഡ്രയർ അല്ലെങ്കിൽ വാക്യൂം ടംബിൾ ഡ്രയർ, വാക്യൂം ഡ്രയർ അല്ലെങ്കിൽ വാക്യൂം ടംബിൾ ഡ്രയർ, അത് ഒരു മൂവിംഗ് ബെഡ് ഡ്രയർ ആണെന്നുള്ളത് ഓർക്കുക. ഷോർട്ട് ഡ്രൈയിങ് ടൈം മതി. വാക്യൂം ടംബിൾ ഡ്രയർ, മൂവിംഗ് ബെഡ് ഡ്രയറിന് എക്സാം സാധാരണ നമ്മളിപ്പം ഡ്രം ഡ്രയർ ഒക്കെയാണ് കേൾക്കാറുള്ളത്, ബട്ട് വാക്യൂം ടംബിൾ ഡ്രയർ. ഡബിൾ കോൺ വാക്യൂം ഡ്രയർ ഉണ്ട്. ഡബിൾ കോൺ വാക്യൂം ഡ്രയർ, അതാണ് ഈ വാക്യൂം ടംബിൾ ഡ്രയർ. ഓക്കെ. ടംബിൾ ഡ്രയർ തന്നെയാണ്, ടംബിൾ ആണ്. ഡബിൾ കോൺ വാക്യൂം ഡ്രയർ ആണ് കേട്ടോ. ഡ്രയർ ആണ്, തെറ്റിപ്പോരുതേ. യൂണിഫോം പൗഡർ നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടും, യൂണിഫോം പൗഡർ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് ഡ്രൈയിങ് ടൈം. ഇനി ഇതിന്റെ വാക്യൂം നമ്മൾ എങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്തോ. കൺവെൻഷണൽ പമ്പ് യൂസ് ചെയ്യാം, സാധാരണ പോലെ കൺവെൻഷണൽ പമ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോവേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീം ജെറ്റ് വഴി വാക്യൂം സപ്ലൈ ചെയ്യാം. ഓക്കെ. വാക്യൂമിന്റെ സപ്ലൈ വരുന്നത് സ്റ്റീം ജെറ്റ്, ബ്ലോവേഴ്സ്, കൺവെൻഷണൽ പമ്പ്. ഇതൊരു ബാച്ച് ടൈപ്പിൽ വരുന്ന മൂവിംഗ് ബെഡ് ഡ്രയർ ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ബാച്ച് ടൈപ്പ് മൂവിംഗ് ബെഡ് ഡ്രയർ ആണെന്നുള്ളത് ഓർക്കണേ. മൂവിംഗ് ബെഡ് ഡ്രയേഴ്സിനെ നമുക്ക്
രണ്ടായിട്ട് പറയാം. ഓക്കെ, മൂവിംഗ് ബെഡ് ഡ്രയേഴ്സിനെ രണ്ടായിട്ട് പറയാം, ബാച്ച് ടൈപ്പും കണ്ടിന്യൂസ് ടൈപ്പും. മൂവിംഗ് ബെഡ് ഡ്രയറിൽ ബാച്ച് ടൈപ്പിൽ വരുന്നതാണ് വാക്യൂം ടംബിൾ ഡ്രയർ, പാൻ ഡ്രയർ. ബാച്ച് ആണ് പാൻ ഡ്രയർ. ഓക്കെ, പാൻ ഡ്രയറും എന്താണ് മൂവിംഗ് ബെഡ് ഡ്രയർ ആണ്. അത് ബാച്ച് ടൈപ്പ് ആണ്. നമുക്ക് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, വലിയ കാര്യങ്ങളില്ല അതില്, ബട്ട് എന്നാലും പേരൊന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. പാൻ ഡ്രയറും അതുപോലെ തന്നെ വാക്യൂം ടംബിൾ ഡ്രയർ. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവിംഗ് ബെഡ് ഡ്രയർ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവിംഗ് ബെഡ് ഡ്രയർ നമ്മുടെ ഡ്രം ഡ്രയർ, റോട്ടറി ഡ്രയർ, ടർബോ ട്രേ ഡ്രയർ, ട്രേ ഡ്രയർ സ്റ്റാറ്റിക് ആണ്, ടർബോ ട്രേ ഡ്രയർ മൂവിംഗ് ബെഡ് ആണ്. ടർബോ ട്രേ ഡ്രയർ, വൈബ്രേറ്റിംഗ് കൺവേയർ ഡ്രയർ, ടവർ ആൻഡ് കാസ്കേഡ് ഡ്രയർ. ഇത് ഇമ്പോർട്ടൻസ് ഇല്ല, പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതി. സാധനത്തെ പറ്റി പഠിക്കണ്ട, ബട്ട് പേര് ചോദിച്ചാൽ അറിയണം, അത്രേ ഉള്ളൂ. ടവർ, TOWER, ടവർ ആൻഡ് കാസ്കേഡ് ഡ്രയർ, CASCADE, ടവർ ആൻഡ് കാസ്കേഡ് ഡ്രയർ, സ്ക്രൂ കൺവേയർ ഡ്രയർ. ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് കണ്ടിന്യൂസ് ആണ്. അതിലെ കണ്ടിന്യൂസിൽ നമുക്ക് നോക്കാനുള്ളത് റോട്ടറിയും ടർബോ ട്രേയും ആണ് വരുന്നത്. പിന്നെ ഡ്രം ഡ്രയർ, അത്രയാണ് നമുക്ക് അതിൽ വരുന്നത്. ബട്ട് പേര് മറ്റതും കൂടിയിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. വൈബ്രേറ്റിംഗ് കൺവെയർ, സ്ക്രൂ കൺവെയർ, ടവർ ആൻഡ് കാസ്കേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മൂവിംഗ് ബെഡ് ഡ്രയറിൽ കണ്ടിന്യൂസ് ടൈപ്പിൽ വരുന്നതാന്നുള്ളത് ഓർക്കുക കേട്ടോ. ഡ്രം ഡ്രയർ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്തത് വാക്യൂം ടംബിൾ ഡ്രയർ. വാക്യൂം ടംബിൾ ഡ്രയറിന്റെ മറ്റൊരു പേരായിട്ട് ഓർക്കുക, ഡബിൾ കോൺ വാക്യൂം ഡ്രയർ അല്ലെങ്കിൽ ജസ്റ്റ് വാക്യൂം ഡ്രയർ. അവിടെ ഓർക്കാനുള്ളത് ഒന്ന് ബാച്ച് ടൈപ്പ് ആണെന്ന് പറഞ്ഞു. വാക്യൂം ടംബിൾ എന്ന് പറയുന്നത് ബാച്ച് ടൈപ്പ് മൂവിംഗ് ബെഡ് ഡ്രയർ ആണെന്നുള്ളത് പറഞ്ഞു. ഷോർട്ട് ഡ്രൈയിങ് ടൈം ആണെന്നുള്ളത് പറഞ്ഞു. യൂണിഫോം പൗഡർ നമുക്ക് കിട്ടുമെന്നുള്ളത് പറഞ്ഞു. വാക്യൂം സപ്ലൈ ചെയ്യുന്നത് പമ്പ് വഴിയോ അല്ലെങ്കിൽ സ്റ്റീം ജെറ്റ് വഴിയോ ബ്ലോവേഴ്സ് വഴിയോ ആണെന്നുള്ളത് പറഞ്ഞു. ഈ ടംബ്ലിംഗ് ആക്ഷൻ ആണ് ഈ ഒരു ഡ്രയറിലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സി സോളിഡ്സിനെ നമുക്ക് അവിടെ ഡ്രൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കും കേട്ടോ. വാക്സി സോളിഡ്സ് cannot be dried by vacuum tumbler dryer. Why? Because tumbling action can cause the material to aggregate into balls. ബോൾ ആയിട്ട്, അതായത് കട്ട പിടിക്കും, അത്രയേ ഉള്ളൂ. വാക്സി സോളിഡ്സ്, ഓക്കെ, അത് പറ്റില്ല. ആ ഒരു പോയിന്റ് ആണ് അവിടെ ഓർക്കാനുള്ളത്. വാക്യൂം ടംബിൾ ഡ്രയറിൽ നമുക്ക് വാക്സി സോളിഡ്സ് cannot be dried because the tumbling action ആണ് അവിടെ വരുന്ന ഡ്രയറിലും. So what happens is that the material gets aggregated into ball. ഇനി അടുത്തത് വരുന്നത് പാൻ ഡ്രൈയിങ്. പാൻ ഡ്രയർ എന്ന് പറയുമ്പോൾ ബാച്ച് ടൈപ്പില് മൂവിംഗ് ബെഡ് ഡ്രയർ ആണ്. മൂവിംഗ് ബെഡ് ഡ്രയറിലെ ബാച്ച് ടൈപ്പിൽ വരുന്നതാണ് പാൻ ഡ്രയർ, PAN, പാൻ ഡ്രയർ. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ടു ഡ്രൈ സ്മോൾ ബാച്ചസ് ഓഫ് പേസ്റ്റ് ആൻഡ് സ്ലറി. പാൻ ആണ്, ഓക്കെ, പേസ്റ്റും സ്ലറിയും. പാൻ കൺസെപ്റ്റ് വെച്ചിട്ടൊന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ what happens is that used to dry small batches of paste and slurry. അത് നമുക്ക് രണ്ട് രീതിയിൽ ഡ്രൈയിങ് വരാം. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പാൻ ഡ്രൈയിങ് ഉണ്ട്, മറ്റൊന്ന് വാക്യൂം പാൻ ഡ്രൈയിങ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പാൻ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ മോയ്സ്ചർ എസ്കേപ്പ് ചെയ്ത് പോകുന്ന രീതിയാ. വാക്യൂം ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്യൂം അപ്ലൈ ചെയ്തിട്ട് സോൾവെന്റിനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്ന രീതിയാ. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ പാൻ ഡ്രൈയിങ് വരാം. അടുത്തത് റോട്ടറി ഡ്രയർ. ഏതിൽ വരും റോട്ടറി ഡ്രയർ? മൂവിംഗ് ബെഡ് ഡ്രയർ. ഏത് ടൈപ്പ്? കണ്ടിന്യൂസ് ടൈപ്പ്. ഓക്കെ, സോ അതാണ് റോട്ടറി ഡ്രയർ. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഒരു ടണൽ ഡ്രയർ പഠിച്ചില്ലേ, കണ്ടിന്യൂസ് ടൈപ്പ് സ്റ്റാറ്റിക് ബെഡ് ഡ്രയറിന്റെ, അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ റോട്ടറി ഡ്രയർ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ബെഡ് ഡ്രയറിൽ കണ്ടിന്യൂസ് ടൈപ്പിൽ നമ്മൾ പഠിച്ചു ടണൽ ഡ്രയർ, അതിന്റെ മോഡിഫൈഡ് ഫോം ആണ് റോട്ടറി ഡ്രയർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാം, മോഡിഫൈഡ് ഫോം ഓഫ് ടണൽ ഡ്രയർ അല്ലെങ്കിൽ മൂവിംഗ് ബെഡ് ഡ്രയർ വിച്ച് ഇസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ടണൽ ഡ്രയർ എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ബെഡ് ഡ്രയർ വിച്ച് ഇസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ടണൽ ബെഡ് ഡ്രയർ എന്ന് ചോദിച്ചാൽ ഏതാ വരാ? സ്റ്റാറ്റിക് ബെഡ് ഡ്രയർ. കണ്ടിന്യൂസ് ടൈപ്പിലാണ് നമ്മൾ ടണൽ പറഞ്ഞത്, ടണൽ ഡ്രയർ. സെമി കണ്ടിന്യൂസിന് പകരം കണ്ടിന്യൂസ് ആകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഡ്രയറിന്റെ പേര് പറഞ്ഞില്ലേ? അതിന്റെ ഒരു ഏതാണ്? കൺവെയർ ഡ്രയർ. അപ്പൊ നമുക്ക് അവിടെ തെറ്റാം ചാൻസ്. ഒന്ന് സ്റ്റാറ്റിക് ടൈപ്പിൽ വരുന്ന
മോഡിഫൈഡ് ഫോം ഓഫ് ടണൽ ഡ്രയർ ആണ് കൺവേയർ ഡ്രയർ. ഇത് മൂവിംഗ് ബെഡിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാല് റോട്ടറി ഡ്രയർ. അപ്പോൾ അത് രണ്ടും ടണൽ ഡ്രയറിന്റെ രണ്ട് മോഡിഫൈഡ് ഫോംസിന്റെ കാര്യങ്ങളൊന്ന് ഓർക്കുക. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ള അടുത്തൊരു ഡ്രയർ ആണ് ടർബോ ട്രേ ഡ്രയർ. നമ്മൾ പറഞ്ഞു ഇപ്പോ ടർബോ ട്രേ ഡ്രയർ എന്ന് പറയുന്നത് എന്തിലാണ് വരുന്നത്? ട്രേ ഡ്രയർ ആണെങ്കിൽ എന്തിലാണ് വരുന്നത്? സ്റ്റാറ്റിക്കിലാണ് വരുന്നത്. ടർബോ ട്രേ ഡ്രയർ എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എന്തിലാണ് വരുന്നത്? മൂവിംഗ് ബെഡ് ഡ്രയറിലാണ് വരുന്നത് ടർബോ ട്രേ ഡ്രയർ. അപ്പോ ഈ മൂവിംഗ് ബെഡ് ഡ്രയറിൽ വരുന്ന ടർബോ ട്രേ ഡ്രയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫോം അല്ലേ? അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ട്രേ ഡ്രയറിന് പകരം നമുക്ക് വേറൊരു പേരില്ലേ, ഷെൽഫ് ഡ്രയർ എന്ന്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കണ്ടിന്യൂസ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ കണ്ടിന്യൂസ് ഷെൽഫ് മൂവിംഗ് ബെഡ് ഡ്രയർ. അപ്പൊ നമ്മൾ മൂവിംഗ് ബെഡ് ഡ്രയറിൽ വരുന്നത് ഏതൊക്കെയാന്ന് ആലോചിച്ചിട്ട് അതിന്റെ കണ്ടിന്യൂസിൽ വരുന്നത് ഏതാന്നുള്ളത് ആലോചിക്കാം. എന്നിട്ട് ഷെൽഫിൻ്റെതും കൂടി വരുന്നത് ആലോചിക്കാം. അപ്പൊ അവിടെ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ടർബോ ട്രേ ഡ്രയർ. അത് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ടർബോ ട്രേ ഡ്രയർ നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, മൂവിംഗ് ബെഡില് കണ്ടിന്യൂസില് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. സോ അതൊന്ന് നോട്ട് ചെയ്തോ. ടർബോ ട്രേ ഡ്രയർ കണ്ടിന്യൂസ് ഷെൽഫ് മൂവിംഗ് ബെഡ് ഡ്രയർ. ഷെൽഫ് എന്ന് പറഞ്ഞാൽ ട്രേ ആണ്. അപ്പോ ടർബോ ട്രേ ഡ്രയർ. അപ്പൊ കണ്ടിന്യൂസ് ഷെൽഫ് മൂവിംഗ് ബെഡ് ഡ്രയർ. നമുക്ക് ചോദിക്കുവാണ് കണ്ടിന്യൂസ് ഷെൽഫ് സ്റ്റാറ്റിക് ബെഡ് ഡ്രയർ എന്ന് ചോദിച്ചിട്ട് ടണൽ ഡ്രയറും ടർബോ ട്രേ ഡ്രയറും ഉണ്ടെങ്കിൽ ഏത് എടുക്കാവൂ? ടണല്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് തെറ്റാൻ ചാൻസ് ഉള്ളത്. ഈ എക്സാമ്പിൾസിന്റെ ചോദിക്കുമ്പോൾ ആദ്യം നോക്കണം സ്റ്റാറ്റിക് ആണോ മൂവിംഗ് ആണോ, പിന്നെ നോക്കണം കണ്ടിന്യൂസ് ആണോ ബാച്ച് ആണോ. അത് വേണമെങ്കിൽ ഒരു ചാർട്ട് ആക്കി ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ. ഓക്കെ, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽ അജിറ്റേഷൻ അണ്ടർഗോ ചെയ്യുന്ന നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡ്രയർ ആണ് അല്ലെ? നമ്മളൊക്കെ സ്റ്റാറ്റിക് കഴിഞ്ഞു, മൂവിംഗ് ബെഡ് കഴിഞ്ഞു, അടുത്തതാണ് എന്ത്? ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിലേക്ക് വരുമ്പോൾ നമുക്ക് സോളിഡ്സ് ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ അവിടെ എങ്ങനെയാണ്? ഇങ്ങനെ പൊങ്ങി താന്ന് ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? അവിടെ ഒരു കാര്യം ഒന്ന് ഓർക്കുക, അവിടെ ഇങ്ങനെ പൈൽ പോലെ ഇങ്ങനെ ഫോം ചെയ്തിട്ട് താഴത്തേക്ക് വരുന്നു. അപ്പൊ അവിടെ ആംഗിൾ ഓഫ് റിപ്പോസ് വരാം നമുക്ക് മെറ്റീരിയൽ, ബിക്കോസ് ഇറ്റ്സ് ഫോമിങ് ആ പൈൽ പോലെ വന്നിട്ടാണ് താഴത്തേക്ക് ഇങ്ങനെ വീഴുന്നത്. പക്ഷെ ആംഗിൾ ഓഫ് റിപ്പോസ് 0 ആണെന്നുള്ളത് ഒന്ന് ഓർക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാം, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൽ ആംഗിൾ ഓഫ് റിപ്പോസ് എത്രയാണോ അല്ലെങ്കിൽ 0 എന്നോ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരാം. സോ ദ ആംഗിൾ ഓഫ് റിപ്പോസ് ഇസ് ഗോയിങ് ടു ബി വട്ട് 0 എന്നുള്ളതും കൂടിയിട്ടൊന്ന് ഓർക്കുക. ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് ആണെന്നുള്ളതൊക്കെ അറിയാം. അതിന്റെ കാര്യങ്ങളെല്ലാം ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഹോട്ട് എയറിൽ ഇതേപോലെ തന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈയിങ് ഓഫ് ഗ്രാനുലാർ സോളിഡ്സിന്റെ ഡ്രൈയിങ്ങിന് എഫിഷ്യന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഡ്രൈയിങ് ഓഫ് ഗ്രാനുലാർ സോളിഡ്സ്, എഫിഷ്യന്റ് ഫോർ ഡ്രൈയിങ് ഓഫ് ഗ്രാനുലാർ സോളിഡ്സ്. അറിയാലോ, നമ്മൾ ഗ്രാനുൾസിന്റെ കേസിലൊക്കെ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ് പറയുന്നതാണ് കോമൺ ആയിട്ട്. അപ്പോൾ ഗ്രാനുലാർ ബെഡ് ഡ്രൈയിങ്ങിന് എഫിഷ്യന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. യൂണിഫോം ഗ്രാനുൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമുക്ക് യൂണിഫോംലി ഡ്രൈ ചെയ്ത് കിട്ടുന്നു എന്നുള്ളത് ഓർക്കുക. ഇനി ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് എന്തായിരിക്കും? ഇതേപോലെ ഇങ്ങനെ ഗ്രാനുൾസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? അവർ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് വളരെ വെട്ടായിട്ട് ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദ ഗ്രാനുൾസ് ഷുഡ് നോട്ട് ബി സോ വെറ്റ് ദാറ്റ് ദേ സ്റ്റിക്ക് ടുഗദർ ഓൺ ഡ്രൈ. അത് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ദ ഗ്രാനുൾസ് ഷുഡ് നോട്ട് ബി സോ വെറ്റ് സോ ദാറ്റ് ദേ മേ സ്റ്റിക്ക് ടുഗദർ. അതേപോലെ തന്നെ ഷുഡ് നോട്ട് ബി സോ ഫ്രയബിൾ ഓൾസോ. കാരണം എന്താ? അട്രീഷൻ കൂടും, ഫൈൻസ് കൂടും അല്ലേ? നമ്മൾ ആ ഒരു എന്താ പറയാ, പെട്ടെന്ന് ഇങ്ങനെ ഫ്രയബിൾ ആണെന്നുണ്ടെങ്കിൽ ഫൈൻസ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ 2 കണ്ടീഷൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന്, സോ ഫ്രയബിൾ ആകാനും പാടില്ല, സോ വെറ്റ് ആകാനും പാടില്ല. ഓക്കെ, ഇതിൽ ഓർക്കാനുള്ളത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ്ങിന്റെ കേസിൽ 2 ടൈപ്പ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ വരും. ഒന്ന് വെർട്ടിക്കലും മറ്റൊന്ന് ഹൊറിസോണ്ടലും. അപ്പൊ അതില് വെർട്ടിക്കൽ ആണ് എന്തെന്നുള്ളത് ഓർക്കുക, ബാച്ച് ടൈപ്പ് എന്നുള്ളത് ഓർക്കുക. വെർട്ടിക്കല് ബാച്ച് ടൈപ്പും ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആണെന്ന് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, സോ കണ്ടിന്യൂസ് വരുന്നത് ഹൊറിസോണ്ടൽ ടൈപ്പും വെർട്ടിക്കൽ ടൈപ്പ് ആണ് ബാച്ച് ടൈപ്പും എന്നുള്ളത് ഓർക്കുക കേട്ടോ. അറിയാലോ, വെർട്ടിക്കൽ ടൈപ്പിൽ ഹോട്ട് എയർ നമ്മൾ താഴെ നിന്ന് കൊടുക്കുന്നു, വെറ്റ് മെറ്റീരിയൽസ് അതിലിങ്ങനെ ഡ്രൈ ചെയ്ത് കിട്ടുന്നു.
ഓക്കെ, പിന്നെ അവിടെ നമ്മൾ ഫിൽട്ടർ ബാഗ്സ് യൂസ് ചെയ്യും. ടോപ്പിൽ ഫിൽട്ടർ ബാഗ്സ് യൂസ് ചെയ്യും വെർട്ടിക്കൽ ടൈപ്പിന്റെ കേസിൽ. എന്തിനു വേണ്ടി ഫിൽട്ടർ ബാഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഫൈൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ ബാഗ്സ് ടോപ്പിൽ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നോട്ട് ചെയ്യാനുണ്ടായിരുന്നത് ഇതെല്ലാം കോമൺ ആയിട്ട് അപ്പുറത്ത് വന്നതാണ്, പോയിന്റ് എടുത്ത് പറയുന്നതേ ഉള്ളൂ. ആ കൺസെപ്റ്റ് അറിയാലോ, ഹോട്ട് എയർ താഴേന്ന് കൊടുക്കുന്നു, അതിലാണ് ട്രൈ ചെയ്യുന്നത്. ഇനി hot air from bottom flows upward through the wet material which is contained in a drying chamber. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത് ഫിൽട്ടർ ബാഗ്സ് ആർ സീൻ അറ്റ് ദ ടോപ്പ് ടു പ്രിവെന്റ് കാരിയർ ഓഫ് ഫൈൻസ്. ഇതിന്റെ കേസ് വരുമ്പം ഹോട്ട്സ്പോട്ട് ഒന്നുമില്ല, യൂണിഫോം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഷോർട്ട് ഡ്രൈയിങ് ടെമ്പറേച്ചർ ആണ്, എക്സലന്റ് മിക്സിംഗ് ആക്ഷൻ ആണ് എന്നൊക്കെയുള്ളത് ഓർക്കാം. ഗ്രാനുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻലി ഓർക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡൈസ്ഡ് ബ്ലഡ് ഗ്രാനുലേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ അറിയാലോ. ഫ്ലൂയിഡൈസ്ഡ് ബ്ലഡ് ഡ്രയർ എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ തന്നെ ഗ്രാനുലേഷൻ നമ്മൾ സാധാരണ സ്യൂട്ടിക്സിലൊക്കെ കാണുന്ന ഒരു ടേം ആണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. അടുത്തത് വരുന്നത് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ഏതെന്ന് ചോദിച്ചിട്ട് മേ ബി ഹൊറിസോണ്ടലും വെർട്ടിക്കലും തന്നിട്ട് ചോദിക്കാം. ഹൊറിസോണ്ടൽ ആണ് കണ്ടിന്യൂസ് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ വേറൊരു രീതിയിലും ചോദിക്കാം കേട്ടോ. ബാച്ച് ടൈപ്പ് ആണ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടലിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. സോ ലാർജ് വോളിയം ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റുന്നതും ഏതിലാണ്, വെർട്ടിക്കലിലാണോ ഹൊറിസോണ്ടലിലാണോ? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിന്റെ ഡ്രൈയിങ് വരുന്നത് ഹൊറിസോണ്ടൽ. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ലാർജ് വോളിയം ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഡ്രൈയിങ്ങിന് ഇതിൽ രണ്ടിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ. ഓക്കെ, കാരണം കണ്ടിന്യൂസ് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പൊ ഇവിടെ ആകുമ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺവെയർ ഉണ്ടായിരിക്കും, അതിന്റെ താഴെ നിന്നായിരിക്കും ഹീറ്റ് പോകുന്നത് ആൻഡ് ദാറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദിസ്. അതെല്ലാം നമുക്ക് സാധാരണ പോലെ ഹൊറിസോണ്ടലിന്റെ കേസ് ആണ് വരുന്നത്. അപ്പൊ യൂണിഫോം ഡെൻസിറ്റിയും തിക്നെസ്സും കിട്ടും. ഡ്രൈയിങ് കപ്പാസിറ്റി പറയുമ്പോഴത്തേക്കും ഹൊറിസോണ്ടലിനാണോ വെർട്ടിക്കലിനാണോ കൂടുതൽ എന്നുള്ളതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഡ്രൈയിങ് കപ്പാസിറ്റി പറയുമ്പോൾ ഹൊറിസോണ്ടലിനാണ് ഡ്രൈയിങ് കപ്പാസിറ്റി കൂടുതൽ എന്നുള്ളത്. ഡ്രൈയിങ് കപ്പാസിറ്റി കൂടുതൽ വരുന്നത് ഹൊറിസോണ്ടലിനാണ്. വെർട്ടിക്കലിന്റെ കേസ് വരുമ്പോൾ ഒരു 5 to 200 kg ആണെങ്കിൽ ഹൊറിസോണ്ടലിന്റെ കേസ് വരുമ്പോൾ ഒരു അവറിൽ 1 to 2 tons വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ലാർജ് കപ്പാസിറ്റി ഉള്ളത് ഹൊറിസോണ്ടൽ ആണ് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. ലാസ്റ്റ് വൺ ന്യൂമാറ്റിക് ഡ്രയർ. ബാക്കി പ്രിൻസിപ്പൾ കാര്യങ്ങൾ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇങ്ങനെയുള്ള കോമൺ കാര്യങ്ങളാണ്, പോയിന്റ് ആയിട്ട് എടുത്തു ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ന്യൂമാറ്റിക് ഡ്രയർ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഏത് ഡ്രയർ ആണ്? സ്പ്രേ ഡ്രയർ. ഓക്കെ, സ്പ്രേ ഡ്രയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഫ്ലൂയിഡ് മെറ്റീരിയൽസ് ലൈക്ക് സ്ലറി, സൊല്യൂഷൻ, തിൻ പേസ്റ്റ് ഒക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സ്പ്രേ ആയിട്ട് മാറ്റും അല്ലെ. അപ്പോ സ്ലറി, സൊല്യൂഷൻ, തിൻ പേസ്റ്റ് ആ ഒരു രീതിയിലുള്ള ഫീഡ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക സ്പ്രേ ഡ്രയറിന്റെ കേസ് വരുമ്പോൾ. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാലോ. ഫ്ലൂയിഡ് ഡിസ്പേഴ്സ് ചെയ്ത് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആക്കുന്നു ആൻഡ് ദാറ്റ് വിൽ ബി റീച്ചിങ് ഇൻ ടു ദ ഹോട്ട് ഗ്യാസ് ആൻഡ് അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ബിഫോർ റീച്ചിങ് ദ ഡ്രൈയിങ് ചേംബറിന്റെ വോളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ സ്ലറി എന്ത് ചെയ്തു, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഹോട്ട് ഗ്യാസിലേക്ക് എത്തുന്നു. അത് സോൾവെന്റ് റിമൂവ് ചെയ്യുന്നു. ഡ്രോപ്ലെറ്റ്സ് നമുക്ക് എന്തായി സോൾഡിഫൈ ചെയ്ത് ഡ്രൈയിങ് ചേംബറിൽ കിട്ടുന്നു. ആ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ പ്രൊഡക്റ്റ് എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും? നമ്മളൊരു സ്പ്രേ എന്നാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഫൈൻ പൗഡർ ആയിരിക്കും അല്ലേ. ഫൈൻ പൗഡർ ആയിരിക്കില്ലേ, നമ്മളൊരു സ്പ്രേയിങ് ആണ്, ഡ്രോപ്ലെറ്റ്സ് ആണ്. അപ്പൊ അത് ഡ്രൈ ചെയ്യുമ്പം ഓഫ് കോഴ്സ് അതെന്തായിരിക്കും, ഫൈൻ പൗഡർ ആയിരിക്കും. അപ്പൊ ഫൈൻ പൗഡറിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഡ്രയർ എന്ന് പറഞ്ഞും ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൈൻ പൗഡർ ആയിട്ടാണ് കിട്ടുക. കാരണം നിങ്ങൾ ആ ഒരു സ്പ്രേയിങ്ങിന്റെ കൺസെപ്റ്റ് ഓർത്താൽ മതി. ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഡ്രോപ്ലെറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്നത് ഫൈൻ പൗഡർ ആയി. ആ കമ്പോണൻസിന്റെ കേസിൽ ഫീഡ് ഡെലിവറി സിസ്റ്റം ഉണ്ടായിരിക്കും, ഫീഡ് കൊടുക്കും, പിന്നെ ഒരു ആറ്റമൈസർ ഉണ്ടായിരിക്കും, പിന്നെ ഹീറ്റഡ് എയർ സപ്ലൈ ഉണ്ട്, ഡ്രൈയിങ് ചേംബർ ഉണ്ട്, സോളിഡ് ഗ്യാസ് സെപ്പറേറ്റർ ഉണ്ട്, കളക്ഷൻ ഉണ്ട്, നമ്മുടെ ഇതിലുണ്ട്. അപ്പോ അതില് ഈ ആറ്റമൈസർ, അതായത് നമ്മൾ ആ കൊടുക്കുന്നതിനെ ആറ്റമൈസ് ചെയ്ത് സ്പ്രേ ആക്കി ഡ്രോപ്ലെറ്റ്സ് ആക്കണ്ടേ, ആ ആറ്റമൈസർ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. 3 types ഓഫ് സ്പ്രേ ഡ്രയർ ആറ്റമൈസേഴ്സ് ഉണ്ട്. ഒന്ന് ന്യൂമാറ്റിക് ആറ്റമൈസർ, PNEUMATIC, ന്യൂമാറ്റിക്. ഒന്ന് ന്യൂമാറ്റിക് ആറ്റമൈസർ, 2
പ്രഷർ നോസിൽ ആറ്റമൈസർ, പ്രഷർ നോസിൽ ആറ്റമൈസർ. മൂന്നാമത്തത് സ്പിന്നിങ് ഡിസ്ക് ആറ്റമൈസർ, സ്പിന്നിങ് ഡിസ്ക് ആറ്റമൈസർ. ന്യൂമാറ്റിക് ആറ്റമൈസർ, പ്രഷർ നോസിൽ ആറ്റമൈസർ, സ്പിന്നിങ് ഡിസ്ക് ആറ്റമൈസർ. അങ്ങനെ 3 ടൈപ്പില് നമുക്ക് ഡ്രോപ്ലെറ്റ് ആക്കാൻ വേണ്ടി ആറ്റമൈസർ 3 ടൈപ്പില് വരുന്നുണ്ട്. ഈ 3 ടൈപ്പില് 3 ടൈപ്പ് ഓഫ് ഫീഡുകൾ, അതായത് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഫീഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ആറ്റമൈസർ യൂസ് ചെയ്യുന്നത്. കാരണം ചിലതൊക്കെ കയറി ക്ലോഗ് ആയി പോകും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിൽ ആ ഫസ്റ്റ് ടൈപ്പ് ന്യൂമാറ്റിക് ആറ്റമൈസർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ്, ന്യൂമാറ്റിക് ആറ്റമൈസേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്മോൾ പാർട്ടിക്കിൾസ്. മോർ വിസ്കസ് ആയിട്ടുള്ള നേച്ചർ ഉള്ളതാണെങ്കിലും ന്യൂമാറ്റിക് ആറ്റമൈസർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ മോർ വിസ്കസ് ലിക്വിഡ്സ് ഏത് ആറ്റമൈസർ ആണ് വരുന്നത്? ന്യൂമാറ്റിക് ആറ്റമൈസർ. അപ്പൊ ഫൈൻ സ്പ്രേ ആക്കി നമുക്ക് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി കിട്ടുന്നുണ്ട്. പ്രൊഡക്റ്റ് നമുക്ക് ഹൈലി വിസ്കസ് ആയിട്ടുള്ളതിന് നമുക്ക് ന്യൂമാറ്റിക് ആറ്റമൈസർ യൂസ് ചെയ്യാം. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ഹൈലി വിസ്കസ് ഒക്കെ ആകുമ്പോൾ ഹൈ പവർ റിക്വയർമെന്റ് വേണം അല്ലേ ന്യൂമാറ്റിക് ആറ്റോമൈസറിൽ. സോ ഹൈ പവർ റിക്വയർമെന്റ് വേണ്ടി വരുന്ന ആറ്റോമൈസറും ഏത് തന്നെയാണ്? ന്യൂമാറ്റിക് ആറ്റോമൈസർ. റിക്വയർസ് മോർ പവർ ദാൻ അതർ ടൈപ്സ് ഓഫ് ആറ്റോമൈസേഴ്സ് ടു അച്ചീവ് ദ ഫൈൻ സ്പ്രേ. സോ 3 പോയിന്റ്സ് ആണ് ഓർക്കാനുള്ളത്. ന്യൂമാറ്റിക് ആറ്റോമൈസർ ആണ് ഫൈൻ സ്പ്രേ അഥവാ ഫൈൻ സ്മോൾ പാർട്ടിക്കിൾസ് കിട്ടാൻ സഹായിക്കും. രണ്ടാമത്തെ, യൂസ് ടു പ്രൊഡ്യൂസ് സ്മോൾ പാർട്ടിക്കിൾസ്. രണ്ടാമത്തെ പോയിന്റ്, മോർ വിസ്കസ് ലിക്വിഡ്സ് ക്യാൻ ബി ഹാൻഡിൽഡ് ദാൻ പ്രഷർ നോസിലിനേക്കാളും വിസ്കസ് ആയിട്ടാണ്. പ്രഷർ നോസിലിൽ നമുക്ക് വിസ്കസ് ഹാൻഡിൽ ചെയ്യാം, ബട്ട് മോർ ദാൻ പ്രഷർ നോസിലിനേക്കാളും ഹൈലി വിസ്കസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂമാറ്റിക് യൂസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ഹൈ പവർ ഹാസ് ടു ബി യൂട്ടിലൈസ്ഡ്. ഓക്കെ, സോ റിക്വയർസ് മോർ പവർ ദാൻ അതർ ടൈപ്സ് ഓഫ്. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു പ്രഷർ നോസിൽ. പ്രഷർ നോസിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, ലിക്വിഡ് ഡെലിവേർഡ് അണ്ടർ ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, ലിക്വിഡ് ഡെലിവേർഡ്, ഫീഡ് ഡെലിവേർഡ് അണ്ടർ ഹൈ പ്രഷർ. അപ്പൊ സാധാരണഗതിയിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ആറ്റമൈസർ എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ് ഫീഡ് ആറ്റമൈസ് ചെയ്തിട്ട് ഹോട്ട് എയറിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രഷർ നോസിൽ യൂസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു ഇമ്പാക്ട് മെക്കാനിസം അവിടെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഒന്ന് നോട്ട് ചെയ്തോ, അപ്പൊ മനസ്സിലാവും. ലിക്വിഡ് ഫീഡ് broken up on contact with the air or സാധാരണ പോലെ air or by impact on another jet or fixed plate. ഓക്കെ, അപ്പോൾ ഇമ്പാക്ട് വഴി നമുക്ക് ലിക്വിഡ് ഫീഡിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രോക്കൺ അപ്പ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ആറ്റമൈസർ ഏതെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. സോ ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി പ്രഷർ നോസിൽ ആറ്റമൈസർ. ഓക്കെ, സോ സാധാരണ നമ്മൾ ഹോട്ട് എയറിലേക്കാണ് നമ്മുടെ ലിക്വിഡ് ഫീഡിലേക്ക് വരുന്നത്, ബട്ട് ഹിയർ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂട്ടിലൈസ്ഡ് ബൈ ഇമ്പാക്ടിങ് അപ്പോൺ അനദർ ജെറ്റ് ഓർ ഫിക്സഡ് പ്ലേറ്റ്. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്പിന്നിങ് ഡിസ്ക് ആറ്റമൈസർ. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആറ്റമൈസർ. സോ കോമൺലി യൂസ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്പിന്നിങ് ഡിസ്ക് ആറ്റമൈസർ. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഓൾ ടൈപ്സ് ഓഫ് ലിക്വിഡ് ഫീഡ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഓൾ ടൈപ്സ് ഓഫ് ലിക്വിഡ് ഫീഡ് including high viscosity liquids, slurries, all those things it can handle. ഇങ്ങനെയാണ് 3 ടൈപ്പ് ആറ്റമൈസർ ഉണ്ടെന്നുള്ളതും കൂടിയിട്ടൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ഈ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം, മേ ബി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാം. സോ ഇതൊക്കെയും കൂടിയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. 3 ടൈപ്സ് ഓഫ് സ്പ്രേ ഡ്രൈയിങ് ആറ്റമൈസേഴ്സ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഒന്ന് ന്യൂമാറ്റിക് ആണ്. ന്യൂമാറ്റിക്കിന്റെ കേസ് വരുമ്പോൾ വെരി സ്മോൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫൈൻ സ്പ്രേക്ക് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പ്രഷർ നോസിലിനേക്കാളും വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ന്യൂമാറ്റിക് പറ്റും. പ്രഷർ നോസിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ മോർ പവർ റിക്വയർമെന്റ് വരുന്നതും ന്യൂമാറ്റിക്കിന്റെ കേസിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രഷർ നോസിലിന്റെ കേസ് വരുമ്പോൾ ഹൈ പ്രഷറിന്റെ ആപ്ലിക്കേഷനോട് കൂടിയാണ് വരുന്നത്. ഹൈ പ്രഷറിൽ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ഇമ്പാക്ട് അവിടെ നടക്കുന്നുണ്ട്, ഇത് യൂസിങ് എ ജെറ്റ് ഓർ എ പ്ലേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്പിന്നിങ് ഡിസ്ക് ആണ് കോമൺലി യൂസ് ചെയ്യുന്ന ആറ്റമൈസർ. സോ ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഓൾ ടൈപ്സ് ഓഫ് liquids including viscous as well as solid. Okay, heat supply ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ is used to supply hot and dry air. ഫാർമസ്യൂട്ടിക്കലിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഹീറ്റ് സോഴ്സ് ഒന്ന് നോട്ട് ചെയ്തോ. സ്പ്രേ ഡ്രയറിൽ
നമ്മളിപ്പോ ആറ്റമൈസർ പറഞ്ഞില്ലേ, ഇനി നമ്മൾ അതേപോലെ തന്നെ എന്ത് പറഞ്ഞു, ഹീറ്റഡ് എയർ സപ്ലൈ കാണത്തില്ലേ അതിന്റെ അകത്ത്, ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആറ്റമൈസ് ചെയ്തിട്ട് ഹോട്ട് എയറിലേക്കാണ് പോകുന്നത് അല്ലെ, പിന്നെ ഡ്രൈയിങ് ചേംബറിൽ വോളിലെത്തുന്നു. അപ്പോൾ ആ ഹോട്ട് എയർ സപ്ലൈ എന്ന് പറയുന്നത്, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫയർ ഹീറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഓറൽസ് ഇൻഡയറക്റ്റ് ഫയർ ഹീറ്റർ ആണ്. സാധാരണയുള്ള ഫയർ ഹീറ്ററോ ഇലക്ട്രിസിറ്റിയോ യൂട്ടിലൈസ് ചെയ്യത്തില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് യൂഷ്വലി യൂസ്ഡ് ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എയ്തർ സ്റ്റീം ഓർ ഇൻഡയറക്റ്റ് ഫയർ ഹീറ്റേഴ്സ് ടു അവോയ്ഡ് ദ പ്രൊഡക്ഷൻ കണ്ടാമിനേഷൻ വിത്ത് കമ്പഷൻ പ്രൊഡക്ട്സിന്റെ കണ്ടാമിനേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡയറക്റ്റ് ഫയർ ഹീറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റീം ആണ് സാധാരണ നമ്മൾ സ്പ്രേ ഡ്രയേഴ്സിൽ യൂസ് ചെയ്യുക ഹീറ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ട്. ഇലക്ട്രിസിറ്റിയോ ഡയറക്റ്റ് ഫയർ ഹീറ്ററോ യൂട്ടിലൈസ് ചെയ്യില്ല, കാരണം കമ്പഷൻ ഉണ്ടാവാനുള്ള ചാൻസ്. ഫസ്റ്റ് നമുക്ക് കമ്പണൻസ് ഓഫ് സ്പ്രേ ഡ്രൈയിങ്ങിൽ ഫസ്റ്റ് ഫീഡ് ഡെലിവറി സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു ആറ്റമൈസർ. 3 ടൈപ്പ് ഓഫ് ആറ്റമൈസർ അവിടെ ഓർക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുന്നത് ഹീറ്റിങ്ങിന്റെ കാര്യം, ഹീറ്റഡ് എയർ സപ്ലൈ. അവിടെ നമുക്ക് ഓർക്കാനുണ്ടായിരുന്നത് സ്റ്റീമും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ഹീറ്ററും. ഇനി അടുത്തത് വരുന്നത് ഡ്രൈയിങ് ചേംബറും പിന്നെ സോളിഡ് ഗ്യാസ് സെപ്പറേറ്ററും. ഓക്കെ, ഡ്രൈയിങ് ചേംബർ, പിന്നെ സോളിഡ് ഗ്യാസ് സെപ്പറേറ്റർ, പിന്നെ പ്രോഡക്റ്റ് കളക്ഷൻ. അപ്പൊ അതിൽ ഇനി അടുത്തത് നോട്ട് ചെയ്യാനുള്ളത് സോളിഡ് ഗ്യാസ് സെപ്പറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സൈക്ലോൺ സെപ്പറേറ്റർ ആണ് സോളിഡ് ഗ്യാസ് സെപ്പറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആ മോയ്സ്ചറിനെയും റിമൂവ് വന്ന മോയ്സ്ചറും മാറ്റണം, പ്രൊഡക്റ്റും മാറണം. സോ സെപ്പറേറ്റർ, സൈക്ലോൺ സെപ്പറേറ്റർ. ഓക്കെ, സെപ്പറേഷൻ ഓഫ് സോളിഡ് പ്രോഡക്റ്റ് ഫ്രം ദ എഫ്ലുവന്റ് ഗ്യാസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സൈക്ലോൺ സെപ്പറേറ്റർ. ഇതിനെയാണ് നമ്മൾ പ്രൈമറി കളക്ടർ എന്ന് പറയും. ഓക്കെ, സോ പ്രൈമറി കളക്ടർ യൂസ്ഡ് ഇൻ സ്പ്രേ ഡ്രൈയിങ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൈമറി കളക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹീറ്റ് ആറ്റമൈസേഴ്സിന്റെ യൂസ് കഴിഞ്ഞു, ഹീറ്റിന്റെ സപ്ലൈയിൽ വന്ന പ്രൊഡക്റ്റ് സോളിഡ് ആസ് വെൽ ആസ് എ വേപ്പർ ഇസ് ദയർ, and so it has to be separated, and for that you are utilizing what a cyclone separator, and cyclone separator ന ആ ഒരു സ്റ്റെപ്പിനെ പറയുന്നതാണ് പ്രൈമറി കളക്ടർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്ത പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് സൈക്ലോൺ പ്രൊഡക്റ്റ്. ദ ഡ്രൈഡ് പ്രൊഡക്റ്റ് കളക്റ്റഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് ആസ് ദ സൈക്ലോൺ പ്രൊഡക്റ്റ്. ഇനി ഒരു ചേംബർ പ്രൊഡക്റ്റ് കൂടി വരും. അപ്പോൾ ഇത് സോളിഡ് ഗ്യാസ് സെപ്പറേറ്റർ, സൈക്ലോൺ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് ഒരു ചേംബർ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് സൈക്ലോൺ പ്രൊഡക്റ്റ്, പ്രൈമറി കളക്ടർ എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തത് ചേംബർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വാൾസ്, ഡ്രൈയിങ് ചേംബറിന്റെ വാളിൽ തട്ടി വീഴുന്ന ആ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് കോൾഡ് ആസ് ദ ചേംബർ പ്രൊഡക്റ്റ്. Product that reaches the walls of drying chamber is called chamber product, and it is removed at the bottom of the chamber. The product that reaches the wall of drying chamber is called chamber product. ഇപ്പൊ 2 രീതിയിൽ വരുന്നുണ്ട്, സൈക്ലോൺ പ്രൊഡക്റ്റും ഉണ്ട്, ചേംബർ പ്രൊഡക്റ്റും ഉണ്ട്. സൈക്ലോൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്യാസുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് വന്ന പ്രൊഡക്റ്റിനെ മാറ്റിയെടുക്കുന്നു, അത് സൈക്ലോൺ പ്രൊഡക്റ്റ്. കംപ്ലീറ്റ്ലി ഡ്രൈഡ് ആയിട്ട് ചേംബറിന്റെ വോളിൽ വരെ എത്തി കളക്ട് ചെയ്യുന്നതിനെ ചേംബർ പ്രൊഡക്റ്റ് എന്ന് പറയും. ദാറ്റ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ചേംബർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറച്ചുകൂടി റിട്ടൻഷൻ ടൈം കിട്ടുന്നത് ആർക്കായിരിക്കും? സൈക്ലോണിലായിരിക്കും, നമ്മുടെ ചേംബർ പ്രൊഡക്റ്റിനായിരിക്കോ? റിട്ടൻഷൻ ടൈം കൂടുതൽ വരുന്നത് ചേംബർ പ്രൊഡക്റ്റിനായിരിക്കും അല്ലെ? ചേംബർ പ്രൊഡക്റ്റും സൈക്ലോൺ പ്രൊഡക്റ്റും ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഇൻ സൈസ് ആണ് ചേംബർ പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ ലോങ്ങർ ഹീറ്റിങ്ങിന് വിധേയമാകുന്നത് ചേംബർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ലോങ്ങർ റിട്ടൻഷൻ ടൈം അഥവാ ലോങ്ങർ ഹീറ്റിംഗ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സൈക്ലോൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ബൈ ദ ചേംബർ പ്രൊഡക്റ്റ്. അത് രണ്ടും നോട്ട് ചെയ്യാം. സൈക്ലോൺ പ്രൊഡക്റ്റ് എന്താണ്? പ്രൈമറി കളക്ടർ ആണ്. അത് നമ്മൾ ചെയ്യുന്ന എന്താണ്? സെപ്പറേഷൻ ഓഫ് സോളിഡ് പ്രൊഡക്റ്റ് ഫ്രം ദ എഫ്ലുവന്റ് ഗ്യാസ് ആണ് സൈക്ലോൺ സെപ്പറേറ്റർ എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചേംബർ പ്രൊഡക്റ്റ് ഉണ്ട്. ചേംബർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടൈം എടുത്ത്
നമുക്ക് ഫൈനലി കളക്ഷൻ ചെയ്യുന്നതാണ് ചേംബർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ലോങ്ങർ ഹീറ്റിംഗിന് വിധേയമാകുന്നത് ചേംബർ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് വോണ്ട് ടു ബി കോസർ ഇൻ സൈസ്. മറ്റത് കുറച്ചുകൂടി ഫൈനൽ സൈസ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സോ ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് എ സ്പ്രേ ഡ്രയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സൈക്ലോൺ പ്രൊഡക്റ്റ് പ്ലസ് ചേംബർ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ദ ഫൈനൽ മിക്സ്ചർ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓക്കെ ഓഫ് ബോത്ത് വാട്ട് സൈക്ലോൺ പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് ചേംബർ. ഇനി ഇതിനിടയ്ക്ക് നമുക്കൊരു ബാഗ് ഉണ്ട്, ഫിൽട്ടർ ബാഗ് കളക്ടർ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൈക്ലോൺ പ്രൊഡക്റ്റിന്റെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ചേംബർ പ്രൊഡക്റ്റിലേക്ക് വരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻസ് മാറ്റാനായിട്ട് എനി ഡസ്റ്റ് റിമൈനിങ് ഇൻ ദ എയർ മേ ബി റിമൂവ്ഡ് ബൈ എ ഫിൽട്ടർ ബാഗ് കളക്ടർ ഓർ ഒരു വെറ്റ് സ്ക്രബ്ബർ ടു അവോയ്ഡ് എയർ പൊല്യൂഷൻ. സൈക്ലോൺ സെപ്പറേറ്ററിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓർക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് പോകുമല്ലോ, അതിന് മുന്നേ തന്നെ എന്തുണ്ട്, ഫിൽട്ടർ ബാഗ് കളക്ടർ ഉണ്ട്. ഓക്കെ, ഫിൽട്ടർ ബാഗ് കളക്ടർ അല്ലെങ്കിൽ ഒരു വെറ്റ് സ്ക്രബ്ബർ അവിടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എനി ഡസ്റ്റ് റിമൈനിങ് ഇൻ ദ എയർ വിൽ ബി റിമൂവ്ഡ്. ഓക്കെ, സോ ടു അവോയ്ഡ് എയർ പൊല്യൂഷൻ എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഫിൽട്ടർ ബാഗ് കളക്ടർ ഓർ വെറ്റ് സ്ക്രബ്ബർ. സോ അപ്പോൾ അത്രയാണ് അതിന്റെ കേസിൽ വരുന്നത്. ന്യൂമാറ്റിക് ഡ്രയറിന്റെ കേസ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഹൈ എഫിഷ്യന്റ് ആണ്, ഇതൊക്കെ ഒന്ന് ഓർക്കുക. അണ്ടർ റിക്കവറിക്ക് വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജൽ ഫോഴ്സ് യൂസ് ചെയ്യാം. സ്പ്രേ ഡ്രയറിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സൾഫേറ്റ് സ്പ്രേ ഡ്രയറിൽ വരുമ്പോൾ നമുക്ക് ബേരിയം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ് ഒക്കെ സ്പ്രേ ഡ്രയറിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സ്പ്രേ ഡ്രൈഡ് ലാക്ടോസിന്റെ ഒക്കെ കേസ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു കോമൺലി 3 രീതിക്ക് എഴുതാം. സോ നമുക്ക് സ്പ്രേ ഡ്രൈയിങ് പറയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് 3 തിരിച്ചു പറയാം. സ്പ്രേ ഡ്രൈയിങ്ങിനെ ഓക്കെ, സ്പ്രേ ഡ്രൈയിങ്ങിന്റെ ആപ്ലിക്കേഷൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡ്രൈ അല്ലെ. സ്പ്രേ ഡ്രൈയിങ്ങിന്റെ ആപ്ലിക്കേഷൻ ഫാർമസ്യൂട്ടിക്കൽ പരമായിട്ട് പറയുമ്പോൾ ഒന്ന് ഡ്രൈ, ഇനി ഡ്രൈയിങ്, പിന്നെ രണ്ടാമത്തത് എന്തായിരിക്കും, കോട്ടിംഗ് അല്ലെ. സ്പ്രേ ഡ്രൈയിങ് കോട്ടിംഗ്, രണ്ടാമത്തത് കോട്ടിംഗ്, മൂന്നാമത്തത് എൻകാപ്സുലേഷൻ, നാലാമത്തത് നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. സോ ക്യാപ്സ്യൂൾ ഫോർമേഷൻ, ടാബ്ലറ്റ് ഫോർമേഷനിലൊക്കെ നമുക്ക് ഷേപ്പ് സൈസ് ഒക്കെ മാറ്റിയും സ്ഫെരിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ട് കിട്ടും അല്ലെ. സ്പ്രേ ഡ്രൈഡ് അല്ലേ, ഡ്രോപ്ലെറ്റ് അല്ലേ, സ്ഫെരിക്കൽ പാർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രയർ എന്ന് അങ്ങനെയും ചോദിക്കാട്ടോ. അപ്പോൾ സ്ഫെരിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ യൂണിഫോം ഫ്ലോ പ്രോപ്പർട്ടി ഒക്കെ അതുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് 4 ഹെഡിങ്ങിലാണ് ഇത് ഓർക്കാനുള്ളത്. ഒന്ന് ഡ്രൈയിങ്ങിന്റെ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞു റാപ്പിഡ് ആണ്, എഫിഷ്യന്റ് ആണ്, യുണീക് ഫോം ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഡ്രൈയിങ്ങിന്റെ കേസിൽ ഈവൻ നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഡ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. ഈവൻ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. പിന്നെ കോട്ടിംഗ്, പിന്നെ എൻകാപ്സുലേഷൻ. ഈ എൻകാപ്സുലേഷനിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സോളിഡ്സിന്റെ എൻകാപ്സുലേഷൻ. സോളിഡ്സിന്റെ മാത്രമല്ല ലിക്വിഡ്സിന്റെ എൻകാപ്സുലേഷനും സ്പ്രേ ഡ്രയർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ദിസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ എൻകാപ്സുലേഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ലിക്വിഡ്സിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്പ്രേ ഡ്രൈഡ് ഫോമിൽ വരുന്ന ഡ്രൈ ഫ്ലേവർ ഓയിൽസ് ഉണ്ട്. അതായത് നമ്മുടെ ഓയിലി ലിക്വിഡ്സിനെ എൻകാപ്സുലേറ്റ് ചെയ്ത് ഡ്രൈ ചെയ്ത്, അതായത് സോളിഡ് ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. അതെങ്ങനെ, സ്പ്രേ ഡ്രൈയിങ് വഴിയിട്ടാണ് ചെയ്യുക. ഓക്കെ, സോ ലിക്വിഡ്സിനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വല്ലതും തന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എൻകാപ്സുലേഷൻ ഓഫ് എ solid and liquid can be achieved by utilizing this spray drying, and even oily liquids can be encapsulated as a dry flavored oils. പിന്നെ modification of materials for use in tablet, capsule formulation, spherical particles ആയിട്ട് നമുക്ക് കിട്ടും. സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ് ഒക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ അതിന്റെ കേസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് ഓർക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഓയിലി ലിക്വിഡ്സ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് അതിനെ എമൽസിഫൈ ചെയ്യും. വാട്ടറുമായിട്ട് എമൽസിഫൈ ചെയ്ത് നമ്മൾ ഒരു എമൽജന്റ്, അക്കേഷ്യ പോലെയുള്ള എമൽജന്റ് യൂസ് ചെയ്ത് ഓയിലും വാട്ടറും കൂടി ചേർത്ത് നമ്മൾ ഒരു എമൽഷൻ ഫോം ചെയ്യും. എന്നിട്ടാണ് ഇവാപറേറ്റ് ചെയ്യുന്നത്. വാട്ടറിനെ ഇവാപറേറ്റ് ചെയ്ത് ഓയിലിനെ എൻകാപ്സുലേറ്റ് ചെയ്ത് ഗമ്മായിട്ട് എടുക്കുക.
സോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഡ്രൈ ഫ്ലേവർ ഓയിൽസ് വരുന്നത്. പ്രോസസ്സ് ഒന്നും അറിയണ്ട, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ്, അപ്പൊ ഇത്രയും ആയപ്പോ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സെക്ഷൻ. കണ്ടിന്യൂസ് ആണെന്നുള്ളത് ഓർക്കണേ, അതും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ സ്പ്രേ ഡ്രൈയിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെറൈൽ പ്രോഡക്ട്സിന്റെ ഡ്രൈയിങ്ങിനും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഫ്ലാഷ് ഡ്രയർ ഒന്ന് നോട്ട് ചെയ്തോ. അതായത് നമ്മള് പാരലൽ ആയിട്ടുള്ള എയർ ഫ്ലോ ഡ്രൈയിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഡ്രയർ ആണ് ഫ്ലാഷ് ഡ്രയർ. ഓക്കെ, ഫ്ലാഷ് ഡ്രയർ an example for a parallel airflow drying system. ഫ്ലാഷ് ഡ്രയർ, പാരലൽ എയർഫ്ലോ ഡ്രൈയിങ് സിസ്റ്റം, ഷോർട്ട് ഡ്രൈയിങ് ടൈം കേട്ടോ. അത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ മൈക്രോവേവ് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്റേണലി ഉള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ് വരുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ബേസിക് ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ,